ഇതിനെ തുടർന്നുകൊണ്ട് ശൈഖുൽ ഇസ്ലാം പറയുന്നത് ഫസ്ലുൻ ഫിൽ ഇസ്തിഖാറ, ഇസ്തിഖാറയെ സംബന്ധിച്ചുള്ള അധ്യായമാണ്. ഇസ്തിഖാറത്ത് എന്നുള്ള പദം ഖൈർ എന്നുള്ള പദത്തിൽ നിന്നാണ് ഉണ്ടായിത്തീരുന്നത്. ഖാറ എന്നാണ് അതിന്റെ മാളിയായ ക്രിയ പറയാ. ഖാറല്ലാഹു ലക ഫീമാ അസംത അലൈഹി, സാധാരണ പറയും, നീ ഏതൊരു കാര്യത്തിനാണോ തുനിഞ്ഞിറങ്ങുന്നത്, തീരുമാനിച്ചൊരുങ്ങിയിട്ടുള്ളത്, ആ കാര്യത്തിൽ അള്ളാഹു നിനക്ക് ഖൈർ നൽകട്ടെ എന്നതില്ല. ഖൈർ എന്നുള്ളത് അതിൽ നിന്നുള്ള മസ്ദറാണ്. ഇസ്തിഖാറ എന്ന ഇസ്തഖ്ബല വസനിലാകുമ്പോൾ ഖൈർ ചോദിച്ചു എന്നാണ്. ഇസ്തിഖാറ എന്നതിന്റെ മസ്ദറാണ് ഇസ്തിഖാറത്ത്, സ്വലാത്തുൽ ഇസ്തിഖാറ. നമ്മൾ കേട്ടിട്ടുള്ളതാണ് സ്വലാത്തുൽ ഇസ്തിഖാറ. നമ്മൾ ചെയ്യുന്നതുമാണ്, ചെയ്യേണ്ടതുമാണ്. ആ ഇസ്തിഖാറത്തിനെ സംബന്ധിച്ചാണ് അടുത്തതായി ശൈഖുൽ ഇസ്ലാം പരാമർശിക്കാൻ പോകുന്നത്. ഖൈർ ചോദിക്കുകയാണ്, അല്ലാതെ തീരുമാനം ചോദിക്കല്ല. ഇസ്തിഖാറത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ഖൈർ ചോദിക്കുക എന്നാണ്, തീരുമാനം ചോദിക്കുക എന്നല്ല. ആ ലഫ്ള് തന്നെ ഉണ്ടാകുന്നത് ഖൈർ എന്നുള്ള പദത്തിൽ നിന്നാണ്. ഖാറ ഖൈർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുണം എന്നുള്ളതാണ്, തീരുമാനമല്ല. ഒട്ടുമിക്ക ആളുകളും ഇന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇസ്തിഖാറത്ത് എന്ന് പറഞ്ഞാൽ തീരുമാനം ചോദിക്കുക എന്നാണ്. അല്ല, മറിച്ച് തീരുമാനമെടുക്കുന്നതിന്റെ മുമ്പും തീരുമാനമെടുക്കുന്ന ഘട്ടത്തിലും തീരുമാനമെടുത്തതിന് ശേഷവും അള്ളാഹുവിനോട് ഖൈറാണ് ചോദിക്കുന്നത്. ഞാനിപ്പോ തീരുമാനം എടുത്തിട്ടില്ല, ഞാനൊരു തീരുമാനത്തിൽ എത്തിപ്പെടുമ്പോൾ ഖൈറായ തീരുമാനത്തിലെത്തണം. തീരുമാനം എടുത്തുകൊണ്ടിരിക്കുന്ന ഘട്ടമാണെങ്കിലും അങ്ങനെ, ഇനി തീരുമാനം എടുത്തു കഴിഞ്ഞ് അതിന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴും അതിന് ഖൈർ തരണം. ഇസ്തിഖാറത്ത് ഒരു വിഷയത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മാത്രമല്ല, എല്ലാ ഘട്ടത്തിലും നമുക്ക് ആവശ്യമാണ്, ചെയ്യേണ്ട കാര്യവുമാണ്. സാധാരണ ഒരു തെറ്റിദ്ധാരണ, ഒരു വിഷയം നമ്മുടെ മനസ്സിലുണ്ട്, എന്ത് ചെയ്യണം, ആ സന്ദർഭത്തിൽ ഇസ്തിഖാറത്ത് നടത്തും. ഇസ്തിഖാറത്ത് നടത്തിയാൽ മനസ്സിലേക്ക് തീരുമാനം അള്ളാഹു ഇട്ടുതരും. അങ്ങനെ ഇസ്തിഖാറത്തിന്റെ ശേഷം ഒരു തോന്നലുണ്ടായാൽ ആ തോന്നൽ അത് അള്ളാഹു നൽകുന്ന തോന്നിക്കലാണ്, അള്ളാഹുന്റെ ഇൽഹാമാണ്, അത് തീർത്തും ശരിയാണ് എന്ന ഒരു ധാരണ സൂഫികൾ വ്യാപകമായി പ്രചരിപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ ഒന്നുമില്ല. ഉണ്ട് എന്ന് പറയുന്നത് ഈ ഗ്രന്ഥത്തിൽ തന്നെ ശൈഖുൽ ഇസ്ലാം ഉദ്ധരിക്കുന്നുണ്ട്. അത് അത്യധികം ദുർബലവുമാണ്. വായിച്ചു നോക്കാം. ഖാല ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹുമാ, ജാബിർ ഇബ്നു അബ്ദില്ലാ അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിവായത്താണ്. كان رسول الله صلى الله عليه وسلم يعلمنا الاستخارة في الأمور كلها كما يعلمنا السورة من القرآن. يقول: إذا هم أحدكم بالأمر فليركع ركعتين من غير الفريضة ثم ليقل: اللهم إني أستخيرك بعلمك وأستقدرك بقدرتك وأسألك من فضلك العظيم فإنك تقدر ولا أقدر وتعلم ولا أعلم وأنت علام الغيوب. اللهم إن كنت تعلم أن هذا الأمر خير لي في ديني ومعاشي وعاقبة أمري وعاجله وآجله فاقدره لي ويسره لي ثم بارك لي فيه. وإن كنت تعلم أن هذا الأمر شر لي في ديني ومعاشي وعاقبة أمري وعاجله وآجله فاصرفه عني واصرفني عنه واقدر لي الخير حيث كان
ثم رمني به خرجه البخاري بنحوه. إذا هم جابر بن عبد الله رضي الله تعالى عنه പറയുന്നു كان رسول الله صلى الله عليه وسلم يعلمنا الاستخارة في الأمور كلها. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചു പോരാറുണ്ടായിരുന്നു. കാന യുഅല്ലിമുന, ഒരിക്കൽ പഠിപ്പിക്കല്ല, അത് പതിവായി പഠിപ്പിച്ചു പോരാറുള്ള കാര്യമാണ്. ജീവിതത്തിൽ വളരെയധികം സ്വാധീനമുള്ളൊരു കാര്യമാണ് ഇസ്തിഖാറത്ത്. അത് എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ആവശ്യമായിട്ടുള്ള ഒന്നാകയാൽ അവിടുന്ന് അവരെ സ്ഥിരമായി പഠിപ്പിച്ചു പോരാറുള്ള വിഷയമാണ് ഇസ്തിഖാറത്ത്. അതുകൊണ്ടാണ് കാന സാധാരണ ഒരു ക്രിയയുടെ മുന്നിലൊക്കെ ചേർത്ത് കൊടുത്താൽ അതൊരു ഹാബിച്വൽ ആക്ഷനിലാണ് വരിക, പതിവായി ചെയ്തു വരുന്ന കാര്യമാണ് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചു പോരാറുണ്ട്, പതിവായി ഞങ്ങളെ പഠിപ്പിക്കാറുണ്ട് അൽ ഇസ്തിഖാറ, ഇസ്തിഖാറത്ത്, അള്ളാഹുവിനോട് ഖൈർ ചോദിക്കുന്ന രൂപം പഠിപ്പിക്കാറുണ്ട്. ഖൈർ ചോദിക്കുന്നതിന് പ്രത്യേകമായ ദുആയുണ്ട്. ആ പ്രത്യേകമായ ദുആ നമസ്കാരത്തോടു കൂടി നിർവഹിക്കുന്ന രൂപമുണ്ട്, നമസ്കാരമില്ലാതെ വെറും ദുആ ചെയ്യുന്ന രൂപമുണ്ട്. നമസ്കാരത്തിൽ തന്നെ എപ്പോഴാണ് ചൊല്ലേണ്ടത്? നമസ്കാരം 2 റക്അത്ത് നമസ്കരിച്ച് ആ നമസ്കാരത്തിൽ തശഹ്ഹുദും സ്വലാത്തും കഴിഞ്ഞതിന് ശേഷം ചൊല്ലാം. വഹാദ അർജഹു വഅഫ്ളൽ, ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് ആ രീതിയാണ്. റിവായത്തുകളിൽ, ആസാറുകളിൽ, സലഫിന്റെ അമലുകളിൽ അർജഹായി വന്നിരിക്കുന്നത്, കൂടുതൽ പ്രമുഖമായി റിവായത്ത് ചെയ്യപ്പെട്ട രീതി അതാണ് വഅഫ്ളൽ. അതുകൊണ്ട് തന്നെ അത് അഫ്ളലുമായിരിക്കും. എന്നാൽ സലാം വീട്ടിയതിന് ശേഷം സാധാരണ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്നത് പോലെ സുന്നത്ത് നമസ്കരിച്ച് സലാം വീട്ടിയതിന് ശേഷം തൊട്ടു പിറകെ ഈ ദുആ ചെയ്യുന്ന രീതിയുണ്ട്. അങ്ങനെ ചില ഉലമാക്കൾ അതിന്റെ വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. പക്ഷെ ഒന്നാമത്തെ രൂപമാണ് അർജഹു വഅഫ്ളൽ. പിന്നെ നമസ്കാരമില്ലാതെ, നമസ്കാരത്തോട് അസോസിയേറ്റ് ചെയ്യാതെ ഒരു വിഷയത്തിൽ ഈ ദുആ മാത്രം ചെയ്യുന്ന രീതി അത് വേറെയുണ്ട്. അപ്പൊ ഇസ്തിഖാറത്തിന് 2 രൂപമുണ്ട്. ഒന്ന് നമസ്കാരത്തോട് കൂടിയിട്ട് ഈ ദുആ ചെയ്യുന്നത്, മറ്റൊന്ന് നമസ്കാരമില്ലാതെ ഈ ദുആ ചെയ്യുന്നത്. നമസ്കാരത്തോട് കൂടി നമസ്കാരത്തിൽ ഇത് ദുആ ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതും റിവായത്തുകളിൽ പ്രമുഖമായി വന്നിട്ടുള്ളതും ആ രൂപമാണ്. ഇനി നമസ്കാരത്തിൽ തന്നെ നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ തൊട്ടുടനെ ചെയ്യുന്ന രൂപത്തെ സംബന്ധിച്ചും ഉലമാക്കൾ വിശദീകരിച്ചു പോന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഇസ്തിഖാറത്തിന്റെ പ്രാർത്ഥന, അതിന്റെ നടപടികൾ ഞങ്ങളെ പഠിപ്പിച്ചു പോരാറുണ്ട്. അത് ഏത് കാര്യത്തിലാണ് ഇസ്തിഖാറത്ത് നടത്തേണ്ടത്? അത് മകളെ കെട്ടിക്കുന്ന ഒരു കാര്യത്തിലോ അല്ലെങ്കിൽ ഗൾഫിലേക്ക് പോകുന്ന ഒരു കാര്യത്തിലോ ഇങ്ങനെ അപൂർവത്തിലോ 1-2 കാര്യങ്ങളിലല്ല, മറിച്ച് ഫിൽ ഉമൂരി കുല്ലിഹാ, ഫിൽ ഉമൂരി കുല്ലിഹാ, മുഴുവൻ കാര്യങ്ങളിലും, മുഴുവൻ പ്രശ്നങ്ങളിലും, നമ്മൾ ഇടപഴകുന്ന, നമ്മൾ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളിലും ഇസ്തിഖാറത്ത് ആവശ്യമാണ്. അതുകൊണ്ടാണ് അത് പതിവായി പഠിപ്പിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് നമസ്കാരത്തോട് കൂടിയും നമസ്കാരമില്ലാതെ കണ്ട് തന്നെയും ഇസ്തിഖാറത്ത് ചെയ്യാൻ ഉപദേശം വന്നത്. ചില സന്ദർഭങ്ങളിൽ പെട്ടെന്നായിരിക്കാം യഅരിമുന ആരിവ വയറൗന ഖാരിഅ, നമ്മൾ അവിചാരിതമായി പെട്ടെന്നായിരിക്കാം ഒരു വിഷയം നമ്മുടെ മുന്നിൽ വരുന്നത്. ആ വിഷയം നമ്മൾ വരുമ്പോൾ ഒരു പക്ഷേ അവിടെ നമസ്കരിക്കാൻ പോലും നമുക്ക് സന്ദർഭമോ അല്ലെങ്കിൽ സൗകര്യമോ സാഹചര്യമോ ഒത്തിണങ്ങി കിട്ടിക്കൊള്ളണമെന്നില്ല. അവിടെയും ഇസ്തിഖാറത്തുണ്ട്. അവിടെ നമ്മൾ വെറും ദുആ ചെയ്യുന്നു അല്ലാഹുവോട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഇസ്തിഖാറത്ത് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പരിശീലിപ്പിച്ച് പഠിപ്പിച്ചു പോരാറുണ്ടായിരുന്നു. കമാ യുഅല്ലിമുന സൂറത മിനൽ ഖുർആൻ, ഇസ്തിഖാറത്തിന്റെ ദുആ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിച്ചിരുന്നത് ഖുർആനിലെ ഒരു അധ്യായം പഠിപ്പിക്കുന്ന രൂപത്തിലാണ്. വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഒരു അധ്യായം ഞങ്ങൾക്ക് എങ്ങനെയാണോ പാരായണം ചെയ്ത് മനഃപ്പാഠമാക്കി തരാറുണ്ടായിരുന്നത്, പഠിപ്പിച്ചു തരാറുണ്ടായിരുന്നത്, അതേ വിധേനയാണ് ഇസ്തിഖാറത്ത് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത്. യഖൂൽ, അവിടുന്ന് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇദാ ഹമ്മ അഹദുകും ബിൽ അംർ, ഇദാ ഹമ്മ അഹദുകും ബിൽ അംർ, നിങ്ങളിൽ ഒരാൾ ഒരു കാര്യം തീരുമാനിച്ചാൽ, ഉദ്ദേശിച്ചാൽ, തീരുമാനിച്ചാൽ എന്നല്ല ഉദ്ദേശിച്ചാൽ,
അപ്പോൾ ഒരു കാര്യം തീരുമാനിക്കുന്നതിന്റെ മുമ്പ് തന്നെ, പിന്നെ തീരുമാനമായി കഴിഞ്ഞിട്ട്, പിന്നെ അതിന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഒക്കെ നമുക്ക് ഇസ്തിഖാറത്ത് നടത്തണം. അയാൾ റുക്കൂഅ ചെയ്യട്ടെ, അഥവാ നമസ്കരിക്കട്ടെ. റുക്കൂഅ എന്നുള്ളത് നമസ്കാരത്തിനുള്ള കിനായത്തായി പ്രയോഗിക്കാറുണ്ട്, റുക്കൂഅും സുജൂദുമൊക്കെ. ഇവിടെ റുക്കൂഅ ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അയാൾ നമസ്കരിക്കട്ടെ, റക്അത്തൈൻ 2 റക്അത്ത് നമസ്കരിക്കട്ടെ. മിൻ ഗൈരിൽ ഫരീള, ഫർളായി അല്ലാഹു അദ്ദേഹത്തിന് നിശ്ചയിച്ചിട്ടുള്ള നമസ്കാരമല്ല, അതല്ലാത്ത മറ്റു 2 റക്അത്ത് അഥവാ നാഫിലത്തായ 2 റക്അത്ത് അയാൾ നമസ്കരിക്കട്ടെ. സുമ്മ ലിയഖുൽ, പിന്നീട് അയാൾ പറയട്ടെ, ആ നമസ്കാരത്തിൽ ഈ പ്രാർത്ഥന പറയട്ടെ. അത് നമസ്കാരത്തിൽ എവിടെയാണ് പറയേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞു, മുഹദ്ദിസുകളിൽ ജുംഹൂറും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്, സലഫുസ് സാലിഹുകളുടെ അമലുകൾ സ്ഥിരപ്പെട്ടിട്ടുള്ളത് തശഹ്ഹുദും സ്വലാത്തും കഴിഞ്ഞതിന് ശേഷമാണ്. തശഹ്ഹുദ് എന്നത് ശറഅന്റെ ഇസ്തിലാഹിൽ പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ഒന്ന് അത്തഹിയ്യാത്ത് എന്ന് പറയുന്ന വചനം, രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയുള്ള സലാമും സ്വലാത്തും, മൂന്നാമത്തേത് തശഹ്ഹുദ്, ഒന്ന് തഹിയ്യത്ത്, 2 തശഹ്ഹുദ്, മൂന്നാമത്തേത് സലാം, പിന്നെ സ്വലാത്ത്. ഈ 4 കൂടെ കൂടിയതിനാണ് സാധാരണഗതിയിൽ എന്തെന്ന് പറയാ, തശഹ്ഹുദ് എന്ന് പറയുന്നത്. ആ തശഹ്ഹുദിന്റെ ശേഷം സ്വലാത്തും പൂർണ്ണ രൂപത്തിൽ സ്വലാത്തും ചൊല്ലിയ ശേഷം അയാൾ പറയട്ടെ എന്നാണ് അതിന്റെ സ്ഥാനം. അവിടെയാണ് ഇസ്തിഖാറത്തിന്റെ ദുആ നമ്മൾ നമസ്കാരത്തിൽ ചൊല്ലുകയാണെങ്കിൽ ചൊല്ലാനുള്ള സ്ഥാനം ആദ്യം അത്തഹിയ്യാത്ത്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ തശഹ്ഹുദ്, പിന്നെ നബിയുടെ പേരുള്ള സലാം, പിന്നെ സ്വലാത്ത്. ഇത് 4 കഴിഞ്ഞാൽ പിന്നീട് അയാൾ ഇത് പ്രാർത്ഥിക്കട്ടെ. اللهم إني أستخيرك بعلمك وأستقدرك بقدرتك وأسألك من فضلك العظيم. അല്ലാഹുവേ, ഇന്നി അസ്തഖീറുക്, ഞാൻ നിന്നോട് ഖൈർ തേടുന്നു. ബിഇൽമിക്, നിന്റെ ഇൽമു മുൻനിർത്തിക്കൊണ്ട്. അല്ലാഹുവിനോട് നമ്മൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ അവന്റെ ഇസ്സത്ത് മുൻനിർത്തിക്കൊണ്ട് ചോദിക്കാം, അവന്റെ സിഫാത്തുകൾ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കാം, അവന്റെ കലിമാത്തുകൾ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കാം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫാത്തുകളിൽപ്പെട്ട സിഫാ ദാത്തിയ മഅനവിയ, അല്ലാഹുവിന്റെ ദാത്തിയായ സത്താപരമായ സിഫാത്തുകളിൽ അതിപ്രധാനമായ ഒരു സിഫത്താണ് ഇൽമ്, മഅനവിയായ സിഫത്താണ്. ആ സിഫാത്തുകളിൽപ്പെട്ട അടിസ്ഥാനപരമായ ഒരു സിഫത്ത് ഇൽമ്. ആ ഇൽമിനെ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കുന്നു, അസ്തഖീറുക, ഞാൻ നിന്നോട് ഖൈർ തേടുന്നത്, ഖൈർ ചോദിക്കുന്നത് നിന്റെ ഇൽമു മുൻനിർത്തിയാണ്. കാരണം ഇത് ഖൈറായിട്ട് ഭവിക്കുമോ അതോ ഷർറായിട്ട് ഭവിക്കുമോ എനിക്ക് തീർച്ചപ്പെടുത്താൻ കഴിയില്ല. കാരണം എനിക്ക് ഇൽമില്ല. മആലുകളെ സംബന്ധിച്ച്, മസ്ഹീറുകളെ സംബന്ധിച്ച് എന്റെ വിഷയങ്ങൾ എങ്ങനെയൊക്കെയാണ് അവസാനം ചെന്നെത്തുക, എങ്ങനെയൊക്കെയാണ് പരിണമിക്കുക എന്നതിനെ കുറിച്ച് എനിക്ക് തീർച്ചപ്പെടുത്താൻ അറിവില്ല. എല്ലാം അറിയുന്നവൻ നീയാണ്, നിന്റെ അറിവ് പരിപൂർണമാണ്, നിനക്ക് എല്ലാം അതിസൂക്ഷ്മമായ അറിവുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിന്റെ അത്യപാരമായ പരിപൂർണമായ ആ ഇൽമു എന്ന സിഫത്ത് മുൻനിർത്തിക്കൊണ്ട് റബ്ബേ, നിന്നോട് ഞാനിതാ ഖൈർ തേടുന്നു. ഞാൻ ഖുദ്റത്ത് ചോദിക്കുന്നു, ശേഷി, ഒരു കാര്യം ചെയ്യാനുള്ള കഴിവ്. ഖുദ്റത്ത് എന്ന് പറഞ്ഞ കഴിവാണ്. എനിക്ക് കഴിവില്ല, എന്റെ കഴിവ് വല്ലതുമുണ്ട് എങ്കിൽ എനിക്ക് നീ വിട്ടുതന്ന കഴിവുകൾ മുഴുവൻ നീ നൽകിയത് മാത്രമാണ്, എന്റെ സ്വന്തമായിട്ടുള്ളതല്ല, അല്ലെങ്കിൽ മറ്റാരിൽ നിന്നും എനിക്ക് ലഭിച്ചതുമല്ല. നീ എനിക്ക് ദാനമായി നൽകിയ വിട്ടുതന്ന കഴിവുകളെ എനിക്കുള്ളൂ. അതുപോലെ തന്നെ ആ വിട്ടുതന്ന കഴിവുകൾ പ്രകാരം ഒരു വിഷയത്തിൽ ഞാൻ ഇടപെടുമ്പോൾ ആ വിഷയം നല്ല നിലയിൽ പൂർത്തീകരിക്കുവാനും സഫലമാക്കി തീർക്കുവാനും എനിക്ക് സാധിക്കണമെങ്കിൽ തൗഫീഖിന്റെ ഖുദ്റത്തു തൗഫീഖ്, അത് ആ വിഷയത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അപ്പോൾ മാത്രം അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്നതാണ്. ആ കഴിവും നിന്റെ അടുക്കൽ നിന്ന് തന്നെ
തന്നെ കിട്ടണം. അതുകൊണ്ട് നിന്റെ ഖുദ്റ, എല്ലാറ്റിനുമുള്ള കഴിവ് നിനക്കാണ്. വഅൻത അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീ എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുദ്റത്ത് അല്ലാഹുവിന്റെ സിഫത്താണ്. ആ സിഫത്ത് മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഞാനിതാ ഉദ്ദേശിക്കുന്ന ഈ കാര്യം അത് നല്ല നിലയിൽ പൂർത്തീകരിച്ച് സഫലമാക്കാനുള്ള ശേഷിയും കഴിവും നീ നൽകണമേ എന്ന് ഞാനിതാ നിന്നോട് ഖുദ്റത്ത് ചോദിക്കുന്നു. വഅസ്അലുക മിൻ ഫദ്ലിക്കൽ അളീം, വഅസ്അലുക മിൻ ഫദ്ലിക്കൽ അളീം. അല്ലാഹുവേ, ഞാൻ നിന്നോട് യാചിക്കുന്നു, നിന്നോട് തേടുന്നു. മിൻ ഫദ്ലിക്, നിന്റെ ഔദാര്യത്തിൽ നിന്ന്. അൽ അളീം, നിന്റെ അപാരമായ മഹത്തായ ഔദാര്യത്തിൽ നിന്ന്, നിന്റെ മഹത്തായ ഔദാര്യത്തിൽ നിന്ന് നീ എനിക്ക് നൽകണമേ എന്ന് ഞാനിതാ നിന്നോട് യാചിക്കുന്നു. ദുആ ചെയ്യുന്നതിന്റെ മുന്നോടിയായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഹംദും സനാഉം നടത്തേണ്ടതുണ്ട്. അവനെ മജ്ദ് ചെയ്യേണ്ടതുണ്ട്. അവനെ വാഴ്ത്തേണ്ട വിധത്തിൽ വാഴ്ത്തുകയും അവന്റെ പ്രതാപങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അത് ദുആയുടെ ആദാബിൽപ്പെട്ടതാണ്. ആ നിലക്കാണ് ഈ 3 വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രാർത്ഥനയുടെ പ്രാരംഭത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത്. അസ്തഗ്ഫിറുക ബിഇൽമിക വഅസ്തഖ്ദിറുക ബിഖുദ്റതിക വഅസ്അലുക മിൻ ഫദ്ലിക്കൽ അളീം എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ അറിവുള്ള അലീമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങൾക്കും കഴിവുറ്റ ഖദീർ അലാ കുല്ലി ഷൈ, എല്ലാ കാര്യത്തിലും കഴിവുറ്റവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികൾക്ക് അപാരമായ നിഅമത്തുകൾ, അപാരമായ ഔദാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവനാണ്. ഈ കാര്യം പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ പുകഴ്ത്തുകയും അവന്റെ മജിദ്, അവന്റെ ഇസ്സത്ത് അത് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഫഇന്നക തഖ്ദിർ വലാ അഖ്ദിർ, ഫഇന്നക തഖ്ദിർ വലാ അഖ്ദിർ. അതിന്റെ ആദ്യഭാഗത്തിൽ അല്ലാഹുവിന്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കുന്നു. എന്നാൽ ഒരു മനുഷ്യന്റെ താഴ്മയും ഒരു മനുഷ്യന്റെ കഴിവില്ലായ്മയും അതും അവിടെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അല്ലാഹുവേ, തീർച്ചയായും നീയാണ് എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവൻ. വലാ അഖ്ദിർ, എനിക്കൊന്നുമേ കഴിയാത്തവനാണ്. എനിക്കെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ള ശേഷി നീ വിട്ടുതന്ന കഴിവുണ്ടെങ്കിൽ ആ കഴിവ് കൊണ്ട് മാത്രമാണ്, അല്ലാതെ വേറെ കഴിവുകൊണ്ടുമല്ല. ഇനി നീ വിട്ടുതന്ന കഴിവ് കൊണ്ട് ചെയ്തു തീർക്കാവുന്ന വിഷയങ്ങൾ തന്നെ എനിക്ക് സ്വന്തമായി ചെയ്തു തീർക്കാൻ കഴിയോ? ഇല്ല. വിഷയത്തിലേക്ക് ഞാൻ മുഴുകുമ്പോൾ നിന്റെ തൗഫീഖ് കൂടി എനിക്ക് ലഭിച്ചെങ്കിലേ, ഖുദ്റത്തു തൗഫീഖ് കൂടി, ഖുദ്റത്തുൽ ആലാത്തി, ഖുദ്റത്തു സലാമത്തുൽ ആലാത്തി വത്തമക്കുൻ, അതിലേക്ക് ഈ ഖുദ്റത്തു തൗഫീഖ് കൂടി ചേരുമ്പോഴേ ഒരു കാര്യം നമുക്ക് ഭംഗിയായി പൂർണ്ണമായി സഫലമാക്കി തീർക്കാൻ സാധിക്കൂ. അതുകൊണ്ടാണ് പറയുന്നത്, ഫഇന്നക തഖ്ദിർ, നീ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. വലാ അഖ്ദിർ, എനിക്കൊന്നിനുമേ കഴിവില്ലാത്തവനാണ്. എനിക്കുള്ള എന്തെങ്കിലും ചില കാര്യങ്ങൾ ചെയ്യാൻ സലാമത്തുൽ ആലാത്ത് വത്തമക്കുൻ, ചെയ്യാനുള്ള സൗകര്യങ്ങൾ, അതിനുള്ള അവയവങ്ങൾ, അതിനുള്ള കഴിവുകൾ എന്റെ ശരീരത്തിനും ബുദ്ധിയിലും ഉണ്ടെങ്കിൽ, അത് സുരക്ഷിതമായി നിൽക്കുന്നുണ്ടെങ്കിൽ അത് നീ നൽകിയതാണ്. അതുകൊണ്ട് മാത്രം ഒരു പ്രവൃത്തി പൂർത്തീകരിക്കാൻ പറ്റില്ല. ആ പ്രവൃത്തി പൂർത്തീകരിക്കണമെങ്കിൽ നിന്റെ ഖുദ്റത്തു തൗഫീഖ് കൊണ്ട് നീ എനിക്ക് നൽകുന്ന ശേഷി അതിന്റെ അകമ്പടിയായി വരിക കൂടി ചെയ്യേണ്ടതുണ്ട്. അതിനാൽ നിന്റെ കഴിവല്ലാതെ വേറൊരു കഴിവും എനിക്കില്ല. ഫഇന്നക തഖ്ദിർ വലാ അഖ്ദിർ വതഅലമു വലാ അഅലം. ഇവിടെയും അതുപോലെ തന്നെ അല്ലാഹുവിന്റെ മജ്ദും ഇസ്സത്തും ഉയർത്തുന്നു. ഒരു അബ്ദ്, ഒരു ദാസൻ, ഒരു അടിയാൻ അവന്റെ ആ താഴ്മ, തവാളു, തകസ്സുർ അല്ലാഹുവിന്റെ മുന്നിൽ ബോധിപ്പിക്കുന്നു. നീ എല്ലാം അറിയുന്നവനും ഞാൻ ഒന്നുമേ അറിയാത്തവനുമാണ്. വതഅലം, നീ എല്ലാം അറിയുന്നവനാണ്. വലാ അഅലം, എന്നാൽ എനിക്ക് ഇൽമില്ല. നമ്മുടെ ഇൽമ് എന്ന് പറഞ്ഞാൽ ആപേക്ഷികമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഇൽമ് മാത്രമേ നമുക്കുള്ളൂ. അല്ലാഹു നൽകിയിട്ടുള്ള ഇൽമ് ഒന്ന് വഹയിലൂടെ അറിയിച്ചു തന്നിട്ടുള്ള ഇൽമുണ്ട്. മറ്റൊന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തജ്രിബത്തിനുള്ള ആലാത്തുകൾ നമുക്ക് നൽകി. ആ തജ്രിബത്തിലൂടെ, എക്സ്പെരിമെന്റിലൂടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് അത് നമുക്ക് വിട്ടുതന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ആപേക്ഷികവുമാണ്. അത് എപ്പോഴും മാറാമെന്നറിയാം. ഇന്ന് ശരി, നാളെ തെറ്റ്, മറ്റന്നാൾ വലിയ തെറ്റ്, ഇങ്ങനെ പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ അറിവ് എന്ന് പറയുന്നത് അല്ലാഹു വഹയിലൂടെ അറിയിച്ചു തന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള
ഹസനിയായ ഇൽമ്, അതാണ് ശരിയായ ഇൽമ്, ആത്യന്തികമായ ഇൽമ്. ഖാല അല്ലാഹു വഖാല റസൂലുഹു എന്ന് പറയുന്നതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൽമ് അത് മാറാത്ത ഇൽമ്, അത് സ്റ്റേബിളായിരിക്കും. എന്നാൽ തെജ്രിബത്ത് നടത്താനുള്ള, എക്സ്പെരിമെന്റ് നടത്താനുള്ള ആലാത്തുകൾ അല്ല നമുക്ക് വിട്ടു തന്നിട്ടുണ്ട്. അതിലൂടെ നമ്മൾ അനുഭവത്തിലൂടെ, പരീക്ഷണങ്ങളിലൂടെ, അനുഭവത്തിലൂടെ ചില അറിവുകൾ ഉണ്ടാക്കും. അത് നിസബിയാണ്, അത് ആപേക്ഷികമാണ്. ആപേക്ഷികമായ കാര്യങ്ങളൊക്കെ മാറി മറിയാം. അത് ചില സന്ദർഭങ്ങളിലേക്ക് ഫിറ്റായിരിക്കും, ചില സാഹചര്യങ്ങളിലേക്ക് ഫിറ്റായിരിക്കും, ചില കാലയളവിൽ ശരിയായിരിക്കും, പിന്നെ അത് തകിടം മറിയും. അതുകൊണ്ടാണ് പറയുന്നത് നീ എല്ലാം അറിയുന്നവരും ഞാൻ ഒന്നുമേ അറിയാത്തവരുമാണ്. നീ എല്ലാ ഗൈബും, എല്ലാ ദൃശ്യങ്ങളും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിന്റെ അടിയാറുകളായ, നിന്റെ സൃഷ്ടികളായ ഞങ്ങൾക്കറിയാത്ത, ഞങ്ങളിൽ നിന്ന് നീ മറച്ചു പിടിച്ചിരിക്കുന്ന എല്ലാ അദൃശ്യമായ കാര്യങ്ങളും അതറിയുന്നവൻ നീയാണ്. ഞങ്ങൾക്ക് അതറിയില്ല, നീ അല്ലാമുൽ ഗയൂബാണ്. ഇത്രയും കാര്യം അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട്, അള്ളാഹുവിനെ സനാ ചെയ്തുകൊണ്ട്, അതേ സന്ദർഭത്തിൽ പ്രാർത്ഥനയിൽ മുഴുകുന്ന അടിയാൻ അവന്റെ താഴ്മയും അവന്റെ കഴിവുകളും പ്രകടിപ്പിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ മുന്നിൽ ഈ താഴ്മ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ദുആയിലേക്ക് കടന്നു ചെല്ലുന്നത്. അല്ലാഹുമ്മ ഇൻ കുൻത തഅലം, അല്ലാഹുവേ ഇൻ കുൻത തഅലം, നിന്റെ ഇൽമിലുണ്ട് എങ്കിൽ, നിന്റെ ഇൽമു പ്രകാരം ഞാനിവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ഈ കാര്യം എനിക്ക് ഹൈറാകും, അത് ആത്യന്തികമായി അതിന്റെ പരിണിതി, അതിന്റെ മഹാൻ, അതിന്റെ മസീർ എനിക്ക് ഹൈറായി തീരും, ഹൈറായി ഭവിക്കും എന്നുള്ളതാണ് നിന്റെ ഇൽമിൽ എങ്കിൽ, നിന്റെ ഇൽമിൽ രേഖപ്പെട്ട് കിടക്കുന്നത്. ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നതായ ഈ കാര്യം ആത്യന്തികമായി എനിക്ക് ഹൈറായി ഭവിക്കാനുള്ളതാണ് എന്നുണ്ട് എങ്കിൽ, അത് ഹൈറാകുക എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഭൂലോകത്തുള്ള ഹൈറ് മാത്രമല്ല. ആദ്യം പറയുന്നത് എന്റെ ദീനിയായ വശത്തിൽ, എന്റെ ദീനിയായ കാര്യങ്ങളിൽ, ദീൻ എന്ന് പറഞ്ഞാൽ അടിയാറുകളായ നമ്മൾ അല്ലാഹുവിന് കീഴ്പ്പെടുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ മുഴുക്ക ദീനാണ്. പരലോകത്ത് നമ്മൾ മരിച്ചു തന്നതിന് ശേഷം അല്ലാഹുവിന്റെ മുമ്പാകെ ഹാജരാക്കപ്പെടുമ്പോൾ നമ്മുടെ മേൽ ചുമത്തപ്പെടുന്ന, നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുന്ന, നമ്മുടെ മേൽ ചുമത്തപ്പെടുന്ന കാര്യങ്ങൾ മുഴുക്ക ദീനാണ്. ഇങ്ങനെ പരലോകത്ത് വെച്ച് ചോദിക്കപ്പെടുന്നതായ കാര്യം, നമ്മുടെ മേൽ ചുമത്തപ്പെടുന്നതായ വിഷയം, ഇവിടെ നമ്മൾ അല്ലാഹുവിന് വേണ്ടി കീഴ്പ്പെടുന്നതായ കാര്യം, ആ കാര്യത്തിൽ എനിക്കത് ഹൈറായി തീരും. പരലോകത്തെ കൊണ്ട് ഞാൻ വിഷമിക്കില്ല, അള്ളാഹുവിന്റെ മുന്നിൽ എനിക്ക് പ്രയാസമുണ്ടാകില്ല. ദീനിയായ ഈ കാര്യത്തിൽ എനിക്കത് ഹൈറാണ് എന്ന് നിന്റെ ഇൽമിൽ രേഖപ്പെട്ട് കിടപ്പുണ്ട് എങ്കിൽ, ദീനിൽ എന്നതുപോലെ തന്നെ മആശി, എന്റെ ഭൂലോക ജീവിതത്തിലും, മആശ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ഈ ജീവിതമാണ്, ഭൂലോക ജീവിതം. ഭൂലോക ജീവിതത്തിൽ എനിക്കത് ഗുണകരമാണ് എങ്കിൽ, എന്റെ വിഷയത്തിന്റെ, എന്റെ കാര്യത്തിന്റെ ആഖിബത്ത് എന്ന് പറഞ്ഞാൽ പരിണിതി എന്നാണ്. ഒരു കാര്യം തുടങ്ങുന്നതൊന്നും ചെന്നവസാനിക്കുന്നത് വേറൊരിടത്ത് വരും. ആഖിബത്ത് അവാഖിബ് എന്ന് പറഞ്ഞാൽ കൺസീക്വൻസസ് എന്നൊക്കെ ഇംഗ്ലീഷിൽ സാധാരണ പറയും. അതിന്റെ പ്രത്യാഘാതം അല്ലെങ്കിൽ അതിന്റെ പരിണിതി എന്നൊക്കെ പറയും. തുടങ്ങിയ മാതിരിയല്ല ചിലപ്പോൾ അവസാനിക്കുക. നമ്മൾ നന്മക്ക് വിചാരിക്കായിട്ടും ചിലപ്പോൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവുക, പക്ഷെ അത് നന്മയായി തന്നെ ഭവിച്ചു കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ഒരാളെ ചിന്തക്ക് വേണ്ടി ഉദ്ദേശിച്ചാൽ ചെയ്തിട്ടുണ്ടാവുക, പക്ഷെ നേരെ തിരിച്ചു വന്നു വരും. ഇതാണ് ആഖിബത്ത്. അപ്പോ ഇത് എന്റെ ഈ വിഷയത്തിന്റെ ആഖിബത്ത്, പരിണിതി, പര്യവസാനം വെച്ച് നോക്കുമ്പോഴും, ഭൂലോക ജീവിതത്തിലെ അവസ്ഥ വെച്ച് നോക്കുമ്പോഴും, ഇവിടെ ഞാൻ ഉണ്ടാക്കി കീഴ്പ്പെടുന്ന വിഷയങ്ങളിലും പരലോകത്ത് അള്ളാഹുവിനെ ചാർജ് ചെയ്ത് എന്റെ തലയിൽ ചുമതല കെട്ടിവെച്ച് ചോദ്യം ചെയ്യുന്ന വിഷയമാകുന്ന ദീനിലും എല്ലാ തലത്തിലും എനിക്കത് ഹൈറായിരിക്കും എന്നാണ് എന്റെ ഇൽമിൽ രേഖപ്പെട്ട് കിടപ്പുള്ളത് എങ്കിൽ, അങ്ങനെയാണെങ്കിൽ ചില റിവായത്തുകളിൽ അല്ലാഹുമ്മ ഇൻ കുൻത തഅലമു അന്ന ഹാദൽ അംറ ഖൈറുൻ ലീ ഫീ ദീനി വ മആശി വ ആഖിബതി അംരി എന്നതിന്റെ പകരം, ആഖിബത്തി അംറിന് പകരം ചിലപ്പോ ആജിലിഹി വ ആജിലിഹി എന്ന് കാണും. ആജിലുൽ അംർ,
ആജിലുൽ അംർ എന്നാണ്. ഈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്രിലേക്കാണ് നടക്കുന്നത്. ആജിൽ അജല അജില അജലു എന്ന് പറഞ്ഞാൽ ധൃതിപ്പെട്ടു എന്നാണ് വാക്കിന്റെ അർത്ഥം. ആജിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധൃതിപ്പെട്ട് കിട്ടിയ കാര്യം അഥവാ ഈ ലോകത്തെ കാര്യം. ആജിൽ എന്ന് പറഞ്ഞാൽ ധൃതിയല്ല, നീട്ടിവെക്കുന്ന കാര്യം അഥവാ പരലോകത്തേക്ക് നീട്ടിവെക്കുന്ന കാര്യം. അതുകൊണ്ട് ആജിൽ എന്നത് ദുനിയാവിനും ആജിൽ എന്നത് പരലോകത്തിനും പറയും. അതെങ്ങനെ വന്നത്? അജില യഅ്ജലു എന്ന് പറഞ്ഞാൽ ധൃതിപ്പെട്ടു എന്നാണ് വാക്കിന്റെ അർത്ഥം. അജല യഅ്ജലു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവധി വെച്ചു, നീട്ടിവെച്ചു, ഒരവധിയോളം നീട്ടിവെച്ചു എന്നാണ്. അപ്പൊ നീട്ടിവെക്കുന്നത്, നീട്ടിവെച്ചിട്ടുള്ള കാര്യങ്ങൾ, നീട്ടിവെക്കാതെ അപ്പപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ, നീട്ടിവെക്കാതെ അപ്പപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൗകികമായ ഭൂലോക ജീവിതത്തിന്റെ കാര്യമാണ്. അവധി വെച്ച് നീട്ടിവെച്ച കാര്യം എന്ന് പറയുന്നത് അത് പരലോകത്തെ കാര്യമാണ്. അപ്പൊ എന്റെ ഭൂലോക ജീവിതത്തിന്റെ കാര്യത്തിലും എന്റെ പരലോക ജീവിതത്തിന്റെ കാര്യത്തിലും അതെനിക്ക് ഗുണകരമായി തീരും എന്നാണ് നിന്റെ ഇൽമിലുള്ളത് എങ്കിൽ ഫഖ്ദുർഹുലി, ആ കാര്യം ഫഖ്ദുർഹുലി വയസ്സിർഹുലി വബാരിക് ലീ ഫീ ഖദറ യഖ്ദുറു, ആ കാര്യം എനിക്ക് നീ സാധിപ്പിച്ചു തരണമേ, ആ കാര്യം എനിക്കു നീ സാധിപ്പിച്ചു തരണമേ. വയസ്സിർഹുലി, അത് എനിക്ക് നീ വളരെ എളുപ്പമാക്കി തരണമേ, തൈസീർ ചെയ്തു തരണം. സുമ്മ ബാരിക് ലീ ഫീ, പിന്നെ ആ കാര്യത്തിൽ എനിക്ക് നീ ബർക്കത്തുകൾ ചെയ്യുകയും ചെയ്യണമേ. അപ്പൊ അല്ലാഹുവോട് ആ കാര്യം ചോദിച്ച രൂപം നോക്കൂ നിങ്ങൾ. ഞാൻ ഉദ്ദേശിച്ച ഈ കാര്യം റബ്ബേ നീ അത് നടത്തിത്തരണം എന്ന് പറയുന്നില്ല. ഞാൻ ഉദ്ദേശിച്ച ഈ കാര്യം നീ എളുപ്പമാക്കി തരണം എന്നും പറയുന്നില്ല. ഞാൻ ഉദ്ദേശിച്ച കാര്യത്തിൽ തന്നെ എനിക്ക് നീ ബർക്കത്ത് തരണം എന്നും പറയുന്നില്ല. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മുടെ ദീനിനും മആശിനും അതുപോലെ തന്നെ ആഖിറത്തിലും ആജിലിനും നമുക്ക് ഖൈറായിരിക്കുമോ? ഇതിലെ വാക്കുകൾ നോക്കിയാൽ 3 കാര്യമുള്ളൂ കേട്ടോ. ഒന്ന് ദീന്, മറ്റൊന്ന് ദുനിയാവ്, മറ്റൊന്ന് ആഖിറ. വാക്കുകൾ വ്യത്യസ്തമായ വാക്കുകൾ പ്രയോഗിച്ചു എന്ന് മാത്രം. ദീനിയായ കാര്യം, എന്റെ ദീനിൽ. മആശ് എന്ന് പറഞ്ഞാൽ ലൗകികമായ കാര്യം, ലൗകിക ജീവിതം. ആഖിറത്തുൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പര്യവസാനം എന്നാണ് ഉദ്ദേശിക്കുന്നത്, എന്റെ കാര്യത്തിന്റെ പര്യവസാനം. അങ്ങനെ വരുമ്പോ 4 എണ്ണാണ്. പിന്നെ ദീന്, ദുനിയാവ്, പര്യവസാനം, വിഷയത്തിന്റെ പര്യവസാനം. പിന്നെ ആജിലംറിഹി ആജിലിഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആജിലംറി മആശ് എന്ന് പറഞ്ഞിപ്പോയി, ആജിലിഹി എന്നുള്ളത് പരലോകം. അപ്പൊ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് എന്റെ ദീനിൽ, മറ്റൊന്ന് എന്റെ ദുനിയാവിൽ, മറ്റൊന്ന് എന്റെ പരലോകത്തിൽ, മറ്റൊന്ന് ഈ വിഷയത്തിന്റെ പര്യവസാനം പരിഗണിച്ചിട്ട്. ഈ 4 കാര്യങ്ങളിലും ഇത് ഗുണകരമാണ് എന്നുണ്ടെങ്കിൽ, അത് ഗുണകരമായി ഭവിക്കുമെന്നാണ് അല്ലാഹുവേ നിന്റെ ഇൽമിലുള്ളത് എങ്കിൽ ആ കാര്യം എനിക്ക് നീ എളുപ്പമാക്കി തീർക്കണമേ, അത് നീ എനിക്ക് തൈസീർ ചെയ്തു തരണമേ, അത് നീ എനിക്ക് സാധിപ്പിച്ചു തരണം. ഫഖ്ദുർഹുലി, ആദ്യം സാധിപ്പിച്ചു തരണം. രണ്ടാമത്തേത് തൈസീർ ചെയ്തു തരണം. മൂന്നാമത്തേത് സുമ്മ ബാരിക് ലീ ഫീ, എനിക്ക് ആ വിഷയത്തിൽ നിന്റെ ബർക്കത്തുകൾ നീ ചൊരിഞ്ഞു തരികയും ചെയ്യണം. വഇൻ കുൻത തഅലം, ഇനി മറിച്ചാണെങ്കിലോ വഇൻ കുൻത തഅലം, അല്ലാഹുവേ നിന്റെ ഇൽമിലുള്ളത് അന്ന ഹാദൽ അംറ, നിശ്ചയമായും ഈ കാര്യം ശർറൻ ലീ, എനിക്ക് ശർറായിട്ടാണ് വരാനിരിക്കുന്നത്. ഫീ ദീനി, എന്റെ ദീനിനും, വമആശി, എന്റെ ഭൗതിക ജീവിതത്തിനും, വആഖിബത്തി അംരി, എന്റെ കാര്യങ്ങളുടെ പരിണിതിയിലും, വആജിലിഹി എന്റെ ദുനിയാവിനും എന്റെ ആഖിറത്തിലും എനിക്കത് ദോഷകരമായിട്ട് ഭവിക്കുമെന്നാണ് നിന്റെ ഇൽമിലുള്ളതെങ്കിൽ 4 അവസ്ഥകളിൽ, ഒന്ന് ദീനിൽ, മറ്റൊന്ന് ആ വിഷയത്തിന്റെ പരിണിതിയിൽ, പിന്നൊന്ന് ദുനിയാവിന്, മറ്റൊന്ന് ആഖിറത്തിന്. ഈ 4 നിരക്ക് വെച്ച് നോക്കുമ്പോഴും അതെനിക്ക് ശർറായി വരുമെന്നാണ് നിന്റെ ഇൽമിലുള്ളത് എങ്കിൽ ഫസ്രിഫ്ഹു അന്നി, എനിക്ക് ഈ കാര്യം വേണ്ട, എന്നെ ഫസ്രിഫ്ഹു അന്നി, ആ കാര്യത്തെ നീ തെറ്റിച്ച് കളയണം. ഫറഫ പറഞ്ഞാൽ ആവർത്തിച്ച്
ചെയ്ത് വിടുക, തിരിച്ചുവിടണം, തെറ്റിച്ചു കളയണം. ഫസ്രിഫ്ഹു, ആ കാര്യത്തെ നീ തിരിച്ചുവിടണം. അന്നി, എന്നിൽ നിന്നും. അതും ഞാനും തമ്മിൽ സന്ധിക്കാൻ ഇടവരരുത്, ഞാൻ അതുമായി മുബാശറത്ത് ചെയ്യാൻ ഇടവരരുത്, ഞാൻ അതിലേക്ക് കയറിപ്പോകരുത്. അല്ലാതെ തന്നെ അതിനെ എന്നിൽ നിന്ന് നീ തെറ്റിച്ചു വിട്ടേക്കണം. വസ്രിഫ്നി, എന്നെ നീ അമർച്ച ചെയ്തു തരണം. അൻഹു, അതുമായി സന്ധിക്കാതെ, അതുമായി മുബാശറത്ത് വരാതെ എന്നെ അതിൽ നിന്ന് നീ മാറ്റിവിടണമേ. വഖ്തുർലി അൽ ഖൈറ ഹൈസു കാൻ, വഖ്തുർലി അൽ ഖൈർ, എനിക്ക് നീ ഖൈർ വിധിക്കണമേ. ഹൈസു കാൻ, എവിടെയാണെങ്കിലും, ഞാൻ ആ കാര്യം ചെയ്യുന്ന അവസ്ഥയിലാണെങ്കിലും, ആ കാര്യത്തിൽ നിന്ന് എന്നെയും ആ കാര്യത്തെ എന്നിൽ നിന്നും തെറ്റിച്ചു വിട്ടുകൊണ്ട് ആ കാര്യത്തിൽ നിന്ന് വേർപിരിയുന്ന അവസ്ഥയിലാണെങ്കിലും, രണ്ടവസ്ഥയിലും എനിക്ക് നീ ഖൈർ വിധിക്കണമേ. മാത്രമല്ല പിന്നീട് ആ കാര്യം വേണമെന്ന് വെച്ച് ഞാനത് ചെയ്യൂ, ഖൈറാണ് എങ്കിൽ ഞാനത് ചെയ്തു, അതിനെനിക്ക് നീ സാധിച്ചിട്ട് തന്നു, തൈസീർ ചെയ്തു തന്നു, പിന്നെ എനിക്കതിനൊരു സങ്കടം തോന്നരുത്, അന്ന് ഞാൻ ചെയ്യേണ്ടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തു പോയ കാര്യത്തിൽ പിന്നീട് എനിക്കൊരു മുഷിപ്പ് തോന്നുന്ന, തൃപ്തി ഇല്ലാതാവുന്ന അവസ്ഥ വരരുത്. അല്ലെങ്കിൽ ഈ കാര്യം വേണ്ട, അത് ഖൈറല്ല എന്ന് നിനക്ക് നീ ഒഴിവാക്കി തന്ന ഞാനത് ഒഴിവാക്കിയതുകൊണ്ട്, അല്ലെങ്കിൽ അന്ന് ഞാൻ ചെയ്തിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ലൗ, ആ ലൗ എന്ന് പറയുന്നത്, ലൗ എന്നുള്ള വാക്ക് ആയിരുന്നെങ്കിൽ എന്നുള്ള വാക്ക് എപ്പോഴാണ് ഇറക്കപ്പെട്ടിട്ടുള്ളത്? അത് പിശാചിന് വേണ്ടി നിങ്ങളുടെ മനസ്സിലേക്ക് വാതിൽ തുറന്നു കൊടുക്കുന്ന വാതിലാണ് ലൗ, ആയിരുന്നെങ്കിൽ എന്ന വാക്ക് പറഞ്ഞല്ലോ. അത് അള്ളാഹു നമുക്ക് വിധിച്ചതിൽ അതിൽ നമ്മൾ അസംതൃപ്തി രേഖപ്പെടുത്തുന്ന സന്ദർഭത്തിലാണ് അന്ന് അങ്ങനെയായിരുന്നെങ്കിൽ എന്ന് പറയുന്ന സ്ഥിതി ഉണ്ടാകരുത്. അതാണ് എന്റെ വിധി, അതിൽ ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ വൽഹംദുലില്ലാഹ് അല്ലദീ ബിനിഅമതിഹി തതിമ്മു സ്വാലിഹാത്ത് എന്ന് രണ്ടവസ്ഥയിലും പറയാൻ സാധിക്കുന്ന അള്ളാഹുന്റെ ഖളാ ഖദറുകളെ തൃപ്തിപ്പെടാനും അതിനെ കീഴ്പ്പെടാനുമുള്ള ആ സന്മനസ്സും ആ പൂർണ്ണ സംതൃപ്തിയും എനിക്ക് നീ പ്രദാനം നൽകുകയും ചെയ്യണമേ. ഇതാണ് ആ പ്രാർത്ഥനയുടെ രൂപം. അതിൽ ഇടയ്ക്ക് ആ കാര്യം പറഞ്ഞു, അന്നഹാദൽ അംർ എന്ന് പറഞ്ഞാൽ വതുസമ്മീഹി ബിഇസ്മിഹി, അയാൾ ഉദ്ദേശിച്ച കാര്യം ഏതാണോ ആ കാര്യം പറയാം, ആ അംർ ഏതാണോ അത് അതിന്റെ പേരിൽ പറയാം. ദുആയിൽ അയാൾ ഉദ്ദേശിച്ചിരിക്കുന്നതായ ആ കാര്യം, ദുആന്റെ വാക്കുകൾ നമുക്ക് മാറ്റാൻ അവകാശമില്ല. ആ ദുആയിൽ നമ്മുടേതായ ഒരു വാക്ക് നമുക്ക് കൊണ്ടുവരാൻ അവകാശമുള്ളത് നമ്മൾ ഉദ്ദേശിച്ച കാര്യം ഏതാണോ ആ കാര്യം അത് വെക്കാം. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു. ദുആ ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക വഅസ്തഖ്ദിറുക ബിഖുദ്റതിക വഅസ്അലുക മിൻ ഫദ്ലിക അൽഅളീം ഫഇന്നക തഖ്ദിർ വലാ അഖ്ദിർ വതഅലമു വലാ അഅലം വഅൻത അല്ലാമുൽ ഗുയൂബ്. ഇത്രയും ആദ്യ ഭാഗം. അല്ലാഹുവേ ഇന്നി അസ്തഖീറുക ബിഇൽമിക, നിന്റെ ഇൽമു മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ഖൈർ ചോദിക്കുന്നു. വഅസ്തഖ്ദിറുക ബിഖുദ്റതിക, നിന്റെ ഖുദ്റത്ത് മുൻനിർത്തിക്കൊണ്ട് ഞാൻ കഴിവ് തേടുന്നു. വഅസ്അലുക മിൻ ഫദ്ലികൽ അളീം, നിന്റെ മഹത്തായ അപാരമായ ഔദാര്യത്തിൽ നിന്ന് നിന്നോട് ഞാൻ യാചിക്കുന്നു. ഫഇന്നക തഖ്ദിർ വലാ അഖ്ദിർ, നീ എല്ലാത്തിനും കഴിവുള്ളവനാണ്, ഞാൻ കഴിവില്ലാത്തവനും. വതഅലമു വലാ അഅലം, നീ എല്ലാം അറിയുന്നവനും ഞാൻ അറിയാത്തവനും. വഅൻത അല്ലാമുൽ ഗുയൂബ്, നീ എല്ലാ ദൃശ്യങ്ങളും സൂക്ഷ്മമായി അറിയുന്നവനാണല്ലോ. അല്ലാഹുമ്മ ഇൻ കുൻത തഅലം അന്ന ഹാദൽ അംർ, അല്ലാഹുവേ നിന്റെ ഇൽമിലുണ്ട് എങ്കിൽ, അന്ന ഹാദൽ അംർ, നിശ്ചയമായും ഈ കാര്യം, ആ കാര്യം എന്ന് പറഞ്ഞിട്ട് കാര്യം പറയാം. വതുസമ്മീഹി ബിഇസ്മിഹി, ആ കാര്യത്തെ ആ കാര്യത്തിന്റെ പേരിൽ തന്നെ നമുക്ക് അവിടെ ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ. ഇനി അത് ഒരാൾക്ക് അത് പറയാൻ കഴിയാത്ത ആളാണെങ്കിൽ അന്ന ഹാദൽ അംർ, ഈ കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ ആ കാര്യം ഡിഫൈൻഡ് ആണ്, അത് അയാൾ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം അയാളുടെ മനസ്സിലുണ്ട്, അതുകൊണ്ട് തന്നെ മതിയാകുന്നതുമാണ്. ഈ കാര്യം ഖൈറുൻ ലീ, എനിക്ക് ഖൈറായി തീരും, ഫീ ദീനി, എന്റെ ദീനിലും, വ മആസി, എന്റെ ഭൗതിക ജീവിതത്തിലും, വ ആഖിബതി അംരി, എന്റെ കാര്യത്തിന്റെ
ഗുണകരമായി തീരും എന്നാണ് നിന്റെ ഇൽമിലുള്ളതെങ്കിൽ ഫഖ്ദുർഹുലി, ആ കാര്യം എനിക്ക് നീ സാധിപ്പിച്ചു തരണമേ. വയസ്സിർഹുലി, അതിന് എനിക്ക് നീ തൈസീർ ചെയ്തു തരണം, എളുപ്പമാക്കി തരികയും ചെയ്യണം. സുമ്മ ബാരിക് ലീ ഫീ, പിന്നെ എനിക്കതിൽ നീ ബർക്കത്ത് ചൊരിഞ്ഞു തരികയും ചെയ്യണം. വഇൻ കുൻത തഅലം, അല്ലാഹുവേ നിന്റെ ഇൽമിലുള്ളത് അന്ന ഹാദൽ അംറ ശർറുൻ ലീ, ഈ കാര്യം എനിക്ക് ശർറായിരിക്കും, ഫീ ദീനി, ദീനിലും അതുപോലെ മഅആശി, ഭൗതിക ജീവിതത്തിലും, വആഖിബത്തി അംരി, എന്റെ വിഷയത്തിന്റെ പര്യവസാനത്തിലും, വആഖിരിഹി വആഖിരിഹി, എന്റെ ഈ ലോക ജീവിതത്തിലും പരലോക ജീവിതത്തിലും എനിക്കത് ശർറായി ഭവിക്കും എന്നാണ് നിന്റെ ഇൽമിലുള്ളത് എങ്കിൽ ഫസ്രിഫ്ഹു അന്നി, ആ കാര്യത്തെ എന്നിൽ നിന്ന് നീ തിരിച്ചുവിടണമേ. വസ്രിഫ്നി അൻ, ആ കാര്യത്തിൽ നിന്ന് എന്നെ നീ തിരിച്ചുവിടുകയും ചെയ്യണമേ. അത് എന്നിൽ നിന്ന് തിരിച്ചുവിടണം, എന്നെ അതിൽ നിന്ന് നീ തിരിച്ചുവിടണം. വഖ്ദുർ ലി അൽ ഖൈർ ഹൈസു കാൻ, എവിടെയാണെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും എനിക്ക് നീ ഖൈർ നീ കണക്കാക്കണമേ, ഖൈർ നീ വിധിക്കണമേ. സുമ്മ റദ്നി ബിഹി, അങ്ങനെ നീ വിധിച്ച വിധിയിൽ പൂർണ്ണ സംതൃപ്തി എനിക്ക് നീ പ്രദാനം ചെയ്യുകയും വേണം. ഇതാണ് പ്രാർത്ഥന. അപ്പൊ ഇസ്തിഖാറത്തിന്റെ രൂപം മനസ്സിലായി. ഉണ്ടാക്കി സാധാരണ നമസ്കാരങ്ങൾക്ക് പറഞ്ഞതുപോലെയുള്ള പൂർണ്ണ രൂപത്തിലുള്ള നമസ്കാരത്തിന് വേണ്ടിയുള്ള ഒരുക്കൊരുങ്ങി, എന്നിട്ട് ഫർളല്ലാത്ത സുന്നത്തായ 2 റക്അത്ത് നമസ്കരിച്ചു. ഇസ്തിഫ്താഹ്, ചെറിയ രൂപത്തിലുള്ള ഇസ്തിഫ്താഹിന്റെ ദുആ, സൂറത്തുൽ ഫാത്തിഹ, അതിനുശേഷം ഏതെങ്കിലും ചെറിയ സൂറത്തുകളിൽ നിന്നൊരു സൂറത്ത്, പിന്നെ റുക്കൂഇൽ പോയി, പിന്നെ ഇഅ്തിദാലിലേക്ക് ഉയർന്നു, പിന്നെ സുജൂദിലേക്ക് പോയി, 2 സുജൂദിന്റെ ഇടയിൽ ഇരുന്നു, രണ്ടാമത്തെ സുജൂദിൽ പോയി, പിന്നെ അതിനുശേഷം എഴുന്നേറ്റു, പിന്നെ റുക്കൂഇ, പിന്നെ ഇഅ്തിദാല്, പിന്നെ സുജൂദ്, പിന്നെ സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം, പിന്നെ അത്തഹിയ്യാത്ത് അഥവാ തശഹ്ഹുദ്, അങ്ങനെ തശഹ്ഹുദും സ്വലാത്തും കഴിഞ്ഞതിന് ശേഷം തഹിയ്യാത്ത്, തശഹ്ഹുദ്, സലാമ്, സ്വലാത്ത് ഇവകൾ ചൊല്ലിയതിന് ശേഷം ഈ ദുആ ചെയ്തു. എന്താണ്? അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക വഅസ്തഖ്ദിറുക ബിഖുദ്റതിക വഅസ്അലുക മിൻ ഫദ്ലിക അൽഅളീം ഫഇന്നക തഖ്ദിർ വലാ അഖ്ദിർ വതഅലം വലാ അഅലം വഅൻത അല്ലാമുൽ ഗുയൂബ്. اللهم إن كنت تعلم أن هذا الأمر خير لي في ديني ومعاشي وعاقبة أمري وعاجله وآجله فاقدره لي ويسره لي ثم بارك لي فيه. وإن كنت تعلم أن هذا الأمر شر لي في ديني ومعاشي وعاقبة أمري وعاجله وآجله فاصرفه عني واصرفني عنه വഖ്ദുർ ലി അൽ ഖൈറ ഹൈസു കാൻ സുമ്മ റദ്നി ബി. അതും പറഞ്ഞിട്ട് സലാം വീട്ടുകയും ചെയ്യും. ഇതാണ് അതിന്റെ പൂർണ്ണ രൂപം. ഇല്ലല്ല, സുജൂദിലല്ല. അങ്ങനെ ഉലമാക്കളൊന്നും പറഞ്ഞിട്ടില്ല. സലഫിന്റെ അടുക്കല് അങ്ങനെ ഒരു അമൽ കഴിഞ്ഞിട്ടില്ല. അല്ലാത്തൊരു കാര്യം നമുക്ക് ഉണ്ടാക്കാനും കഴിയും. ഇതൊന്നുകിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഒന്നുകിൽ തശഹ്ഹുദിന്റെ ശേഷം അല്ലെങ്കിൽ സലാം വീട്ടിന് ശേഷം, ഈ 2 രൂപമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സുജൂദിലല്ല. പിന്നെ യുദ്കർ, ഹദീസിയായ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകൾക്കറിയാം. ശൈഖുൽ ഇസ്ലാം അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ഒരു ഹദീസ് ഉദ്ധരിക്കുമ്പോൾ യുദ്കർ, യുർവ, ഇങ്ങനെയുള്ള മജ്ഹൂൽ ഇതുണ്ടല്ലോ, അൽ മബ്നിയുൽ മജ്ഹൂൽ, പാസീവ് വോയിസിൽ കാര്യങ്ങൾ പറഞ്ഞാൽ അത് സൂചിപ്പിക്കുന്നത് ഇനി പറയാൻ പോകുന്ന കാര്യം പോക്കാണ് എന്ന് വെച്ചാൽ അത് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ്. ഇത് 1-ലധികം സന്ദർഭങ്ങളിൽ ഞാൻ നിങ്ങൾ ഉണർത്തിയിട്ടുള്ളതാണ് ഈ ഗ്രന്ഥത്തിൽ തന്നെ. ദീനിന്റെ കാര്യം മജ്ഹൂലിന്റെ അടുക്കൽ നിന്ന് ഇല്ല, ദീനില്ല. അറിയപ്പെട്ട ആള്, അയാൾ തഖ്വ കൊണ്ടും ഫലാഹ് കൊണ്ടും അറിയപ്പെട്ടിരിക്കണം. അയാൾ അദ്ലാണ്. അദ്ൽ എന്ന് പറഞ്ഞാൽ ഒന്ന് ശിർക്ക്, ബിദ്അത്ത്, വലിയ തരത്തിലുള്ള മഅസിയത്തുകൾ, മഅസിയത്തിൽ മുഴുക. ചെറിയ രൂപത്തിലുള്ള മഅസിയത്തില്ലാത്ത ആരും ഉണ്ടാവില്ല. കുല്ലു ബനി ആദമ ഖത്താ, കുല്ലു ബനി ആദമ ഖത്താ വഖൈറുൽ ഖത്താഇന തവ്വാബൂൻ. ആദമിന്റെ മക്കൾക്ക് മുഴുവനും അബദ്ധം പിഴയും. അബദ്ധം പിഴയാത്തവരായിട്ട് അല്ല സൃഷ്ടിച്ചത് മലക്കുകളെയാണ്.
മനുഷ്യരെ സൃഷ്ടിച്ചത് അബദ്ധം ചെയ്യുന്നവരായിട്ടാണ്. ഒരു തെറ്റും ചെയ്യാത്തവരായിട്ട് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങളെ നിപാതനം ചെയ്ത് നിങ്ങളെ പാത നശിപ്പിച്ച് വേറൊരു കൂട്ടരവരെ കൊണ്ടുവരുമെന്നും എന്നിട്ട് അവരെ തെറ്റുകൾ മനുഷ്യൻ എന്ന് പറയുമ്പോൾ അതിന്റെ ലവാസിൽപ്പെട്ടതാണ് തെറ്റ് ചെയ്യാന്നുള്ളത്. അങ്ങനെ തെറ്റ് ചെയ്യുകയും ആ തെറ്റിന്റെ അള്ളാഹുവിന്റെ ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്യുന്ന ആ തരക്കാരായ ആളുകളെ പകരം കൊണ്ടുവരുമെന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅ അവർ സ്വീകരിച്ചു പോരുന്ന ഒരു കാര്യം ഇതാണ്. മാസിയത്തിന്റെ നിലയിലേ അവർ കാണുള്ളൂ. മാസിയത്ത് പ്രോത്സാഹിപ്പിക്കല്ല, പക്ഷെ മാസിയത്ത് എന്ന് പറയുന്നത് ഒരു മനുഷ്യനാണെങ്കിൽ അവന്റെ അടുക്കൽ ഒരു മാസിയത്ത് വരും വരാതിരിക്കില്ല. ആദം അലൈഹിസ്സലാം അബുൽ ബശർ മനുഷ്യരാശിയുടെ പിതാവ് ആദമാണ്. ആദമിനെ കുറിച്ചാണ് പറയുന്നത് അങ്ങനെയുള്ള അമ്പിയാക്കന്മാരുടെ അടുക്കൽ മാസിയത്തുകൾ ചിലത് സംഭവിച്ചു പോയിട്ടുണ്ട്. ആദം നബിക്ക് സംഭവിച്ചത് ഞാൻ പറഞ്ഞു. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു ശാസിച്ചു, ഇന്നിയാമത്തെ അൻതകൂന മിനൽ ജാഹിലീൻ. മകന്റെ കാര്യത്തിൽ ഇനി എന്നോട് നീ സംസാരിക്കരുത്. ഇന്നിയാമത്തെ അൻതകൂന മിനൽ ജാഹിലീൻ, നീ വിവരം കെട്ടവരുടെ കൂട്ടത്തിൽ പെട്ടു പോകാതിരിക്കാൻ നിന്നെ ഞാൻ ഉപദേശിക്കുന്നു, നിന്നെ ഞാൻ ശാസിക്കുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പിതാവിന് കൊടുത്ത വാഗ്ദാനം തെറ്റായിരുന്നു. എന്റെ മക്കളോട് നിങ്ങൾക്ക് ഞാൻ ഇസ്തിഗ്ഫാർ നടത്താൻ എന്ന് പറഞ്ഞ വാഗ്ദാനം തെറ്റായിരുന്നു. ഒരു നബിക്കും അല്ലെങ്കിൽ ആ നബിയോടൊപ്പമുള്ള മുഅ്മിനീങ്ങളായ ആളുകൾക്കും ഭൂഷണമല്ല. ഒരാൾ മുശ്രിക്കാണ്, നരകത്തിന്റെ അവകാശിയാണ് എന്ന് വളരെ വ്യക്തമായതിന് ശേഷം അയാൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുക എന്നുള്ളത് എന്നാൽ ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ പിതാവിന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താമെന്ന് പറഞ്ഞിരിക്കുന്നത് അതൊരു വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ, പക്ഷേ അത് തെറ്റാണ് എന്ന കാര്യം അല്ലാഹു ബോധ്യപ്പെടുത്തിയപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം അതിൽ നിന്ന് തീർത്തും ഒഴിഞ്ഞു മാറി. ഇബ്രാഹിം അദ്ദേഹം ഹലീമായ അതിവിവേകിയായ ഒരു മനുഷ്യനാണ്. അതിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഏതേതാണെന്ന് എടുത്തു നോക്കൂ. അതുകൊണ്ട് തന്നെ ചെറിയ രൂപത്തിലുള്ള മാസിയത്തുകൾ എന്ന് പറയുമ്പോൾ വൻ പാപങ്ങളിൽ മുഴുകുന്നത്, അതുപോലെ തന്നെ ചെറിയ പാപമാണെങ്കിലും അതിനെ അപകടിച്ചുകൊണ്ട് അതിൽ നിരതമാകുന്നത്, ഈ കാര്യമാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം അയോഗ്യനാക്കി തീർക്കുന്ന, അയാൾ മോശക്കാരനാണ് എന്ന് വരുന്ന കാര്യം അതാണ്. അതല്ലാത്ത അല്ലറ ചില്ലറ തെറ്റുകൾ അത് മാനുഷികമാണ്. അങ്ങനെയുള്ള ചില കാര്യങ്ങളുടെ പേരിൽ ഇന്ന് ഒരു ചെറിയ പ്രവണത ചില ആളുകളുടെ ഇടയിൽ വ്യാപിച്ചു വന്നിട്ടുണ്ട്. എന്താണ്? ഒരാളെ ഞാൻ കാമിലാണ്, ഞാൻ പൂർണ്ണനാണ്, അത് ഓരോരുത്തരും അവനാനെ കുറിച്ചൊന്നും വിചാരിക്കുകയാണ്. ഇല്ല, ഇവിടെ ആരും പൂർണ്ണനായിട്ടില്ല. അത് വെറും തെറ്റിദ്ധാരണയാണ്. ഞാൻ പൂർണ്ണനാണ്, ഒരു തെറ്റുമില്ലാത്തവനാണ്. പ്രത്യേകിച്ച് അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന മാർഗത്തിൽ നിലകൊള്ളുന്ന ചില ആളുകൾ അവരെ പിശാച് പിടികൂടുന്നത് ഈ നിരക്കാണ്. ഞാൻ കാമിലാണ്, ഞാൻ പൂർണ്ണനാണ്. കമാലില്ല, പൂർണ്ണത അള്ളാഹ്ക്കുള്ളൂ, അള്ളാന്റെ കാര്യങ്ങൾക്കുള്ളൂ. മനുഷ്യനല്ല പൂർണ്ണത കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ പൂർണ്ണനാണ്. ബാക്കിയുള്ള ആളുകളൊക്കെ മോശക്കാർ, അവന്റെ അടുക്കൽ ആ തെറ്റ്, ഇവന്റെ അടുക്കൽ ഈ തെറ്റ്, അവന്റെ അടുക്കൽ ഈ തെറ്റ്, അല്ലെങ്കിൽ ഈ കാര്യം എന്ന് പറഞ്ഞിട്ട് ചെറിയ മാസിയത്തുകളെ പിടിച്ചിട്ട് ആ മാസിയത്തുകൾ അത് തജസ്സുസ് നടത്തുക. അതിനെ കുറിച്ചിട്ട് ഒരാളുടെയും കാര്യത്തിൽ തജസ്സുസ് നടത്താൻ നമുക്ക് അവകാശമില്ല. ഒരാൾ വാഹനായ കാര്യം എന്താണോ വാഹനമായ വിധിക്കാനും അയാളെ കണക്കിലെടുക്കാനും ആദരം നടത്താനും അവകാശമുള്ളൂ. അല്ലാതെ ഒരാൾ തജസ്സു എന്നിട്ട് അത് പറഞ്ഞിട്ട് കണ്ടോ അങ്ങനത്തെ ഒരു കാര്യമുണ്ട്, ഇങ്ങനത്തെ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് വസുവാക്കാക്കുക. ഒരു മാസിയത്ത് സംഭവിച്ചു എന്നത് ഒരിക്കലും ഏതെങ്കിലും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളെ അയോഗ്യനാക്കി തീർക്കുന്ന ഒരു കാര്യമേ അല്ല.
മാസിയത്തുകളിൽ നിന്ന് അയോഗ്യതയിലേക്ക് എത്തുന്നത് അയാൾ ഫാസിഖായി തീരുമ്പോഴാണ്. അത് വൻ പാപങ്ങൾ ചെയ്യുക, അത് നിത്യമായി ചെയ്യുക, അറിഞ്ഞിട്ടും വൻപാപങ്ങൾ നിത്യമായി ചെയ്യുക. വൻപാപങ്ങൾ അല്ലാത്തത് ചെറിയ ദോഷങ്ങൾ ഏതൊരു വ്യക്തിയിൽ നിന്നും സംഭവിക്കാം. ഇത്രേ കാര്യങ്ങളുള്ളൂ. മാസിയത്തിന്റെ വിലണ്ട്. മാസിയത്തിന്റെ വിലക്ക് അപ്പുറം അതിന് വലിയ കാര്യമാക്കാൻ പറ്റില്ല. ബിദ്അത്തിന്റെ ശിർക്കിന്റെ കാര്യം അങ്ങനെയല്ല. ബിദ്അത്ത്, ഷിർക്ക്, ഹവ, ഷിർക്കാകട്ടെ കുഫറാകട്ടെ അത് രണ്ടും ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ബിദ്അത്താകട്ടെ വൻപാപങ്ങൾ നിരന്തരമായി ചെയ്യുന്ന കാര്യം അഥവാ ഫിസ്ഖാകട്ടെ ഇതൊക്കെ വേറെ വിഷയമാണ്. അതിൽ താഴെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹവ, ബിദ്അത്ത് ഇതൊന്നും അല്ലാത്ത മറ്റ് മാസിയത്തുകളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വില മാത്രമേ കൽപ്പിക്കാൻ പാടുള്ളൂ. അതിനപ്പുറത്തേക്ക് അതിനെ വലുതാക്കി തീർക്കാനും പാടില്ല. യാതൊരു സംശയമല്ല. ഏതാണെങ്കിലും ശരി, ഇവിടെ അനസുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നു. അറിയാത്ത ഒരാളാണ്. ആരുദ്ധരിക്കുന്നു, എങ്ങനെ ഉദ്ധരിക്കുന്നു, അതിന്റെ റിവായത്ത് കുറ്റമറ്റ രൂപത്തിലല്ല, സ്വീകാര്യമല്ല എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് അനസ് ബിൻ മാലിക് പറഞ്ഞതായി പറയപ്പെടുന്നു. ആരാ പറഞ്ഞത്? പെടുന്നു, അത് പെടലാണ്. നീ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ നിന്റെ റബ്ബിനോട് നീ ഇസ്തിഖാറത്ത് നടത്തണം. ഫീഹി അക്കാര്യത്തിൽ 7 തവണ ഇസ്തിഖാറത്ത് നടത്തണം. അങ്ങനെ 7 തവണ ഇസ്തിഖാറത്ത് നടത്തിയിട്ട് നീ നോക്കുക. നിന്റെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യമായി മുൻകടന്നു വരുന്ന കാര്യം ഏതാണോ, നിന്റെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം കടന്നു വരുന്ന ചിന്ത ഏതാണോ അത് നീ നോക്കുക. നിന്റെ ഹൈറ് അതിലായിരിക്കും. ആ മനസ്സിലേക്ക് വരുന്ന ആദ്യം കടന്നു വരുന്ന ചിന്ത അതിലായിരിക്കും ഹൈറ്. ഇങ്ങനെ തീരുമാനം ഇസ്തിഖാറത്ത് നൽകിയാൽ അല്ലാഹ് വിട്ടുകൊടുക്കും. ആദ്യം തോന്നുന്ന തോന്നലുകൾ മുറുകെ പിടിച്ചോളി എന്ന് ചില ആളുകൾ പറയാറുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന, അങ്ങനെ ഇസ്തിഖാറത്തിനെ മനസ്സിലാക്കിയിട്ടുള്ള ഇത് എത്ര തവണ തിരുത്തിയാലും ആളുകളുടെ മനസ്സിൽ നിന്ന് അത് പോകില്ല. കാരണം ആളുകൾക്ക് ചില ദൗർബല്യങ്ങളുണ്ട്. ആ ദൗർബല്യങ്ങൾക്ക് ഒത്ത തരത്തിലുള്ള എന്തെങ്കിലും ഒരു പൊട്ടവചനം എവിടെയെങ്കിലും കിട്ടിയാൽ അതിന്മേൽ നബി അത് കടിച്ചു പിടിക്കും ആൾക്കാർ. അതതിന്റെ പ്രത്യേകത. എന്നാൽ പകൽ വെളിച്ചം പോലെ വ്യക്തമായ കാര്യം 10 തവണ അവരുടെ മുന്നിൽ വെച്ചാലും അതവർ കേൾക്കാത്ത മാതിരി സൗകര്യപൂർവ്വം അതിൽ നിന്ന് അങ്ങോട്ട് ഒഴിഞ്ഞു പോവുകയും ചെയ്യും. അപ്പൊ ഈ സംഭവം കൊടുത്തതിന് ശേഷം അഖ്റജഹു ഇബ്നു സിന്നിയാണ് അനസ് ബിൻ മാലിക്കിൽ നിന്നുള്ള ഈ തെറ്റായ റിവായത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അത് ബിസനദിൻ വാഹിൻ ദുർബലമായ സനദോടുകൂടി, ജിദ്ദൻ വളരെ വളരെ ദുർബലമായ സനദോടുകൂടിയാണ് ഇബ്നു സിന്നി ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. കമാ ഫിൽ ഫത്ഹിൽ അഥവാ ഇബ്നു ഹജറുൽ അസ്ഖലാനി അദ്ദേഹത്തിന്റെ വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥം ഫത്ഹുൽ ബാരിയിൽ അത് അത്ര ദുർബലമായ സനദോടുകൂടിയാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. وفيه النظر من أنس ابن مالك كأنه وقع منسوبا إلى جده قال الذهبي لا يعرف. അത് നദർ ബിൻ അനസ് ഉണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇമാം ദഹബി പറഞ്ഞുണ്ടാകുന്ന അറിയപ്പെടാത്ത അൺനോൺ ക്യാരക്ടറാണ്. അൺനോൺ ആയിട്ടുള്ള ഒരാളിൽ നിന്ന് ഹദീസ് സ്വീകരിക്കൂല. ഹദീസ് സ്വീകരിക്കണമെങ്കിൽ റാവിമാർ അറിയണം, അവരുടെ അവസ്ഥ അറിയണം. എന്നിട്ട് അവരുടെ അവസ്ഥ നോക്കിയിട്ട് അവർ കൊള്ളാവുന്നവരാണോ കൊള്ളരുതാത്തവരാണോ എന്ന് അത് പറയാൻ വിധിക്കാൻ അവകാശപ്പെട്ട ജറഹിന്റെ തഅദീലിന്റെ ഉലമാക്കൾ അവർ തൗസീഖ് നടത്തണം. وفيه أيضا عبد الله بن الحميري ولم أعرفه. آخر من عبد الله بن الحميري അദ്ദേഹം അന്നോറായിട്ടുള്ള ആളാണ്, അറിയപ്പെടാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ ദുർബലമായ സനദോടു കൂടിയാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. അത് സ്വീകാര്യമല്ല, അതൊരിക്കലും അവലംബിക്കാൻ പാടില്ല. ഈ ദുർബലമായ ഒരു റിവായത്ത് പിടിച്ചിട്ട് പഴയ കാലത്ത് ത്വരീഖത്തിന്റെ സൂഫിസത്തിന്റെ ആൾക്കാർ അവരാണിത് പ്രചരിപ്പിച്ചത്. ഇസ്തിഖാറത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇസ്തിൽഹാമാണ് നടത്തുന്നത്. എന്താ ഇസ്തിൽഹാം? അള്ളാഹുവോട് തോന്നിപ്പിച്ചു തരാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്.
ഇല്ല. ഇസ്തിഖാറത്ത് ഖൈർ ചോദിക്കലാണ്, ഇൽഹാമ് ചോദിക്കലല്ല. അങ്ങനെ ഒരു കാര്യം തോന്നിപ്പിച്ചു തരണം എന്നതിന് അറബിയിൽ പറയുന്ന വാക്ക് ഇസ്തിൽഹാമാണ്. അതല്ല ഇവിടെ ഇസ്തിഖാറത്താണ്. എന്നാൽ ഇസ്തിഖാറത്ത് എഴുതൊക്കെ നടത്തി ഇങ്ങനെ കുത്തിരിക്കുക, ആദ്യം മനസ്സിൽ തോന്നുന്നത് മുറുകെ പിടിക്കുക, അത് നമുക്ക് ഖൈറുണ്ടാകും എന്ന് പറഞ്ഞതോ അത് ഇബ്നു സുന്നിയാണ് ആ സംഭവം ഉദ്ധരിച്ചത്. അത് അനസ് ഇബ്നു മാലിക്കിൽ നിന്നാണ്. പക്ഷെ അതിന്റെ സനദ് ബിസനദിൻ വാഹിൻ ജിദ്ദൻ, അതിൽ രണ്ട് ദോഷക്കാരുണ്ട്. ഒന്ന് നദറുണ്ട്, മറ്റൊന്ന് ഉബൈദുല്ലാഹ് ബിൻ ഹംയരിൻ. അതുകൊണ്ട് അതീവ ദുർബലമായിരിക്കുന്ന ഒരു സനദിലൂടെയാണ് അത് ഉദ്ധരിച്ചിട്ടുള്ളത്. ഈ കാര്യം ഇവിടെ ശൈഖുൽ ഇസ്ലാം കൊണ്ടുവന്നത് ഈ തെറ്റിദ്ധാരണ തീർക്കാനാണ്, അല്ലാതെ ഈ രൂപത്തിൽ പോകാൻ വേണ്ടിയിട്ടല്ല. പലരും പറയാം, പക്ഷെ പറയുന്നവരത് പറയുന്നുവെങ്കിലും അതിന് കലമ്പില്ല, അതിന് ആധാറുകളിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. وتثبت في أمره فقد قال الله تعالى وشاورهم في الأمر فإذا عزمت فتوكل على الله. قال قتادة ما تشاور قوم يبتغون وجه الله إلا هدوا لأرشد أمرهم. അതിന് ശേഷം പിന്നീട് ഇത് റിവായത്തൊന്നുമല്ല, ഉലമാക്കളുടെ ഖൗലാണ്, വാബിൽ സയ്യിബിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. വമാ ലസിമ മൻ ഇസ്തഖാറൽ ഖാലിഖ്, വമാനത്തിൽ ഖേദിച്ചിട്ടില്ല അഥവാ ഖേദിക്കേണ്ടി വരില്ല എന്നർത്ഥം. മനിസ്തഖാറൽ ഖാലിഖ്, ഖാലിഖായ അല്ലാഹുവിനോട് ഖൈർ തേടുകയും വശാവറൽ മഖ്ലൂഖീൻ, തന്റെ കൂടെയുള്ള മഖ്ലൂഖുകളോട് മുശാവറ നടത്തുകയും ചെയ്ത ആൾ, അല്ലാഹുവോട് ഇസ്തിഖാറത്ത് നടത്തി, പടപ്പുകളോട് മുശാവറയും നടത്തി. മുശാവറ എന്ന കൂടിയാലോചിച്ചു. ഇത് രണ്ടും ചെയ്ത ഒരാൾ ഖേദിച്ചിട്ടില്ല, ഖേദിക്കേണ്ടി വരില്ല. തന്റെ കാര്യത്തിൽ അയാൾ ഉറപ്പുവരുത്തുകയും ചെയ്തു. ഒരു കാര്യം കേട്ടാൽ കേട്ടത് പാതി, കേൾക്കാത്തത് പാതി. നമ്മുടെ നാട്ടിൽ പറയലോ, എന്ത് കാള വെച്ചു എന്ന് പറഞ്ഞാൽ കയറെടുക്കുക എന്ന് പറയണ അതല്ല, മറിച്ച് അതാണ് തസബ്ബുത്ത്. ഒരു കാര്യം കേട്ടാൽ അതിന്റെ നിജസ്ഥിതി ശരിക്ക് അന്വേഷിച്ച് ഉറപ്പുവരുത്തണം. അങ്ങനെ തന്റെ കാര്യത്തിൽ അതിന്റെ സ്ഥിതി എന്താണ്, അതിന്റെ അവസ്ഥ എന്താണ്, അതിന്റെ നിജസ്ഥിതി ഉറപ്പുവരുത്തി മഖ്ലൂഖുകളിൽ നിന്ന് വിശ്വസ്തരായ ഉത്തമനായ ആളുകളോട് വിശാപന നടത്തി അല്ലാഹുവിനോട് എല്ലാ സ്വകാര്യങ്ങളും അറിയുന്ന, എല്ലാ കഴിവും അറിയുന്ന, എല്ലാ കാര്യങ്ങൾക്കും കഴിവുറ്റവനായ അപാരമായ അനുഗ്രഹങ്ങൾ ചെയ്യുന്ന അല്ലാഹുവിനോട് ഇസ്തിഖാറത്ത് നടത്തിയെങ്കിൽ അയാൾക്ക് പിന്നീട് ഖേദിക്കാൻ ഇടവരില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, വശാവിറുഹും ഫിൽ അംർ. മുഹമ്മദ് നബിയോടാണ് പറയുന്നത്. നബി എത്രയോ ഉന്നതനാണ്, എത്ര ഉന്നതനാണ്. അശ്റഫുൽ ഖൽഖ് എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഖൽഖുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായവരിൽ പെട്ട ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണമെന്നാണ് അള്ളാഹ് പറയുന്നത്? ശാവിറുഹും ഫിൽ അംർ. തന്റെ കൂടെയുള്ള മുഅ്മിനീങ്ങളോട് അവരുടെ കൂട്ടത്തിൽ നിന്ന് കാര്യങ്ങൾക്ക് മതിയായ മുശാവറക്ക് പറ്റിയ ഉത്തമനായ അഭിപ്രായമുള്ള അഹ്ലുൽ ഹല്ല് വൽ അഖ്ദിൽപ്പെട്ട യോഗ്യരായ ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടിയാലോചന നടത്തണം. റസൂലുള്ളാഹി കൂടിയാലോചിച്ചിട്ടുണ്ട്. എന്തൊരു വിഷയം വന്നാലും, എന്തൊരു വിഷയം വരുമ്പോഴും കൂടിയാലോചിച്ച ഒരു യുദ്ധമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടിയാലോചിക്കും. ഒരു സ്ഥലത്ത് ചെന്നിറങ്ങാണോ, എവിടെ നമുക്ക് ഇറങ്ങാൻ നല്ലത് കൂടിയാലോചിക്കും. ഇനി ഏതെങ്കിലും മദീനയെ ബാധിക്കുന്ന, ഏതെങ്കിലും അവിടുത്തെ സിയാസത്തുമായി ബാധിക്കുന്ന ഒരു വിഷയമാണോ, നബി കൂടിയാലോചിക്കും. ദുന്യവിയായ വിഷയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരം അവിടുത്തെ സഹാബാക്കളോട്, പ്രത്യേകിച്ച് അബൂബക്കർ, ഉമർ, അതുപോലെ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ്, തൽഹത്ത് ഇബ്നു ഉബൈദില്ലാ തുടങ്ങിയിട്ടുള്ള സഹാബിമാരോട് റസൂലുള്ളാഹി കൂടിയാലോചിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹിനോട് വരെ അള്ളാഹ് കൽപ്പിച്ചിട്ടുണ്ട്, ശാവിറുഹും ഫിൽ അംർ, കാര്യങ്ങളിൽ അവരോട് കൂടിയാലോചിക്കണം. അങ്ങനെ ഈ കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിൽ
അള്ളാഹുവിന് കാര്യങ്ങൾ ഫലമേൽപ്പിക്കുക, അള്ളാഹുവിൽ കാര്യങ്ങൾ ഫലമേൽപ്പിച്ചിട്ട് മുന്നോട്ട് പോവുക, ഇസ്തിഖാറത്ത് നടത്തുക, അതിന് ഖൈർ ചോദിക്കുക. ഇനി ആ കാര്യം തീരുമാനിച്ചു, അതുമായി ഇടപഴകി മുന്നോട്ട് പോയി. ഖൈറല്ലെങ്കിൽ നമ്മൾ ഖൈർ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതെനിക്ക് ഖൈറല്ല, ദീനിന് ഖൈറാവില്ല, ദുനിയാവുക്ക് ഖൈറാവില്ല, പരലോകത്തേക്ക് ഖൈറാവില്ല, ഈ കാര്യം പര്യവസാനിക്കുമ്പോൾ ചെന്നെത്തുമ്പോൾ അത് ഖൈറായി തീരൂല എന്നാണ് എങ്കിൽ എന്നെ അതിൽ നിന്ന് തിരിച്ചുവിടണം, അതിനെ എന്നിൽ നിന്ന് തിരിച്ചുവിടണം എന്ന് പറയുമ്പോൾ വഴിക്ക് വെച്ചെങ്കിലും അള്ളാഹ് തിരിച്ചു വിട്ടു തന്നോളും. തുടക്കത്തിൽ തന്നെ ഇസ്തിഖാറത്ത് നടത്തിയാൽ ഒരു കാര്യം തുടങ്ങി കുറച്ചെത്തിയിട്ട് നിർത്താൻ, അതിൽ നിന്ന് പിന്നീട് നമ്മൾ പിറകോട്ട് പോകാൻ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും. ദുനിയാവിന്റെ കാര്യങ്ങൾ അത് വെച്ചിട്ട് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കും. ഒരു കാര്യം തുടങ്ങുന്നതിന്റെ മുമ്പ് ഒഴിവാക്കാൻ എളുപ്പമാണ്, തുടങ്ങിക്കഴിഞ്ഞിട്ട് ഒഴിവാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇസ്തിഖാറത്ത് തുടക്കത്തിലേ നടത്തണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. അതിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് തന്നെ അത് ഖൈറല്ലെങ്കിൽ എന്നിൽ നിന്ന് ഒഴിവാക്കി തരണം, എന്നെ അതിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞാൽ അന്ന് ഒഴിവാക്കി കൊടുത്താൽ അയാൾ വിഷമല്ലാതെ എളുപ്പമാണ്. മറിച്ച് ആ നേരത്തൊന്നും വേണ്ടതുപോലെ ഒന്നുകിൽ അയാൾ ഇസ്തിഖാറത്ത് നടത്തിയില്ല, അല്ലെങ്കിൽ ഇസ്തിഖാറത്ത് അത് ഉത്തരം കിട്ടാവുന്ന തരത്തിൽ കുറ്റമറ്റ രൂപത്തിൽ ചെയ്തില്ല, അങ്ങനെ അയാൾ അതിൽ എത്തിപ്പെട്ടതിന് ശേഷമാണ് ഇസ്തിഖാറത്ത് നടത്തുന്നതെങ്കിലും പിന്നെ കുറെ പോകാതെ അതിൽ നിന്ന് അദ്ദേഹത്തെ തിരിച്ചുവിടും. അപ്പൊ അത്രയെങ്കിലും അദ്ദേഹത്തിന് അത് ആശ്വാസവും ഖൈറുമായി തീരും. അതുകൊണ്ട് എല്ലാ ഘട്ടങ്ങളിലും ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്, തീരുമാനിക്കുന്നതിന് മുമ്പ്, തീരുമാനിച്ച ശേഷം പിന്നെ ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഒക്കെ നമ്മൾ അള്ളാഹുവിനോട് ഇസ്തിഖാറത്ത് നടത്തണം. അത് ഇസ്തിഖാറത്ത് നടത്തിയാൽ ഖൈറുള്ളതിലേക്ക് അള്ളാഹ് നമ്മളെ കൊണ്ടുപോകും, ഖൈറല്ലാത്തതിൽ നിന്ന് അള്ളാഹ് നമ്മളെ തിരിച്ചുവിടും. ഏതവസ്ഥയിലേക്ക് അതിലേക്ക് നമ്മൾ എത്തിച്ചാലും അതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിച്ചാലും അത് എന്റെ ഖദറാണ്, ആ ഖദറിലാണ് എനിക്ക് ഖൈർ എന്ന് സമാധാനിക്കുകയും സന്തോഷിക്കുകയും സുമ്മറന്നരീബി അതിൽ മനസ്സംതൃപ്തി കണ്ടെത്തുകയും ചെയ്യുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകും. അതിനാണ് ഇസ്തിഖാറത്ത്. ഇസ്തിഖാറത്തില്ലാതെ മുന്നോട്ട് പോകുക എന്നുള്ളത് കഴിയില്ല, ഈ കാലത്ത് പ്രത്യേകിച്ചും കഴിയില്ല. ആ ഇസ്തിഖാറത്തിന്റെ അപര്യാപ്തതയാണ് പല ആളുകളും ബേജാറാവുന്നത്. വിഷയങ്ങൾ വരുമ്പോൾ ബേജാറാവുന്നത് അതുകൊണ്ടാണ്. ചെറിയ ചെറിയ വിഷയങ്ങളിൽ അങ്ങേയറ്റം ബേജാറാകുന്ന ആളുകളെ നമുക്ക് കാണാം. അതിനുള്ള ഏകമായ പരിഹാരം ഇസ്തിഖാറത്ത് മാത്രമാണ്. നിങ്ങൾ മനഃശാസ്ത്രത്തിന് കത്തെഴുതിയിട്ട് ഒരു കാര്യമല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായി അങ്ങനെ ബേജാറായി അപ്സെറ്റായി അവസാനം അയാൾക്ക് ഒരു മെന്റലി ഡിസോർഡർ ആണ് എന്ന് പറയുന്ന അവസ്ഥ വന്നു. അവസാനം ഒരു സൈക്കാട്രിസ്റ്റിനെ സൈക്കോളജിസ്റ്റിനെ ഒക്കെ കാണിച്ചു, കൗൺസിലിംഗ് നടത്തി. എന്ത് കൗൺസിലിംഗ് നടത്തിയാലും മനുഷ്യന്റെ മനസ്സിനെ അതിനെ ആങ്കർ ചെയ്ത് നിർത്തണമെങ്കിൽ ഖാലിഖായ ആ മനസ്സിന്റെ ഉടമസ്ഥനായ റബ്ബുണ്ടല്ലോ, റബ്ബുമായിട്ട് ആ ഹൃദയത്തെ ബന്ധിപ്പിച്ചെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. ആ ഹൃദയത്തെ ബന്ധിപ്പിക്കുവാനുള്ള ചില കണ്ണികൾ, ആ കണ്ണികളിൽപ്പെട്ട അതിപ്രധാനമായ ഒരു കണ്ണിയാണ് ഇസ്തിഖാറത്ത്. ഇസ്തിഖാറത്ത് അതിന്റെ എല്ലാ സെൻസിലും ഉൾക്കൊണ്ടുകൊണ്ട് ദുആ ചെയ്ത് നമസ്കരിച്ച ഒരാൾ, അയാൾക്ക് പിന്നെ എന്താ, ഞാൻ അള്ളാഹുവോട് ഖൈർ ചോദിച്ചിട്ടുണ്ട്, അത് ശർറാണെങ്കിൽ എന്നിൽ നിന്ന് അതിനെ തിരിച്ചുവിടണം, അതിൽ നിന്ന് എന്നെ നീ ഒഴിവാക്കിത്തരണം. അത് ഖൈറാണെങ്കിൽ അതിലേക്ക് നീ എന്നെ എത്തിക്കണം, അതിലെനിക്ക് തൈസീർ നൽകണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് അള്ളാഹ് എന്റെ ദുആ സ്വീകരിക്കുമെന്ന് ഞാൻ കരുതുന്നു, ഞാൻ പ്രത്യാശിക്കുന്നു. കാരണം ഞാൻ എല്ലാം അള്ളാഹ് പറഞ്ഞതുപോലെ എനിക്ക് കഴിയുന്ന രൂപത്തിൽ കുറ്റമറ്റ രൂപത്തിലാണ് ചെയ്തത്. അങ്ങനെ അള്ളാഹുവിൽ കാര്യങ്ങൾ, ആ മനസ്സിന്റെ ഉടമയിൽ കാര്യങ്ങൾ ബലമേൽപ്പിച്ച് സമാധാനത്തോടു കൂടി പോകും. ഇല്ലെങ്കിൽ അപ്സെറ്റാവും. അപ്സെറ്റായ അവസാനം ഡിസോർഡർ ആവും. ഡിസോർഡർ ആയാലും അവസാനം നമ്മളെ കൊണ്ടുപോയിട്ട് വരെ എവിടെയെങ്കിലും എന്റെ ഹോസ്പിറ്റലിലും ആക്കും. അവിടെ ചികിത്സിക്കുന്ന ആൾക്കാരും മിക്കവാറും ചികിത്സ തേടിച്ചെല്ലുന്ന ആൾക്കാരും ആരാണ് കൂടുതൽ മെച്ചപ്പെട്ടവരെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അതാണ് അതിന്റെ സ്ഥിതി. അതിന് മനസ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടാതെ ഉലയാതെ താളം തെറ്റാതെ അതിന്റെ ശരിയായ അവസ്ഥയിൽ പിടിച്ചു നിർത്തുന്നതിന് ഉള്ള കണ്ണികളിൽപ്പെട്ട ഒരു പ്രധാന കണ്ണിയാണ് ഇസ്തിഖാറത്ത്. ഇത് പറയുമ്പോൾ ഇവിടെ ശൈഖുൽ ഇസ്ലാം കൊണ്ടുവന്ന വാചകം അതിപ്രധാനമാണ്. 3 കാര്യങ്ങൾ. ഒന്ന്, അത്തസബ്ബുതു ഫിൽ ഉമൂർ. നിങ്ങളുടെ മനസ്സിൽ പെണ്ണു കടലാസില്ലാത്ത ഒരു മനസ്സിൽ നമ്പർ സെറ്റ് എഴുതി വെക്കണം. ഒന്ന്, അത്തസബ്ബുതു ഫിൽ ഉമൂർ. നമ്മൾ ഇടപഴകേണ്ടി വരുന്ന വിഷയം ഏത് ചെറുതും വലുതുമാകട്ടെ, ദീനാകട്ടെ ദുനിയാവാകട്ടെ, ദീനിന്റെ കാര്യമാണെങ്കിലും ദുനിയാവിന്റെ കാര്യമാണെങ്കിലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആ കാര്യം കേട്ടത് പാതി കേൾക്കാത്തത് പാതി അതിനെ കണ്ടിട്ട് ചാടരുത്. അങ്ങനത്തെ കുറെ വിഡ്ഢികളുണ്ട്. കേൾക്കുന്നതിന് മുമ്പ് കാറു എന്ന് പറയുമ്പത്തിന് കയറെടുത്ത് ചാടി, അറബിക്കടലിന് തീ കൊടുത്തു എന്ന് പറഞ്ഞ അപ്പ പോയില്ലാണ്ട് ആ തീ കൊടുത്തോടെ തല്ലാൻ ഇറങ്ങുന്ന ആൾക്കാർ. അങ്ങനത്തെ ചില വ്യക്തികളുണ്ട്, കുടുംബങ്ങളുണ്ട്, നാട്ടുകാരുണ്ട്. ചില പ്രദേശത്തിന്റെ പ്രത്യേകത തന്നെ എങ്ങനെ.
അത് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നടപടികളിൽ വരുന്ന വിഷയമേ അല്ല. അവന് ഏതൊരു വിഷയം വന്നാലും അമ്രൻ ദീനിയൻ ഔ ദുന്യവിയ്യ, അമ്രൻ ഹയ്യിനൻ ഔ അസീറ, ചെറുതോ വലുതോ പ്രയാസമുള്ളതോ എളുപ്പമുള്ളതോ ദീനോ ദുനിയാവോ ഏതാകട്ടെ, അത്തസബ്ബുതു ഫിൽ ഉമൂർ, കാര്യങ്ങൾ അന്വേഷിച്ച് ഉറപ്പുവരുത്തി അതിന്റെ നിജസ്ഥിതി പരിശോധിച്ച് ഉറപ്പുവരുത്തണം. ഞാനത് വിഡ്ഢീകരിക്കപ്പെട്ടിട്ടില്ല, എന്നെ മറ്റുള്ളവരെന്നെ വിഡ്ഢിയാക്കി തീർത്തിട്ടില്ല എന്നയാൾക്ക് ഉറപ്പ് കിട്ടുന്ന രൂപത്തിൽ അയാൾ അത് തസബ്ബുത്ത് നടത്തണം. ഇതാദ്യം വേണ്ടതാണ്. അതുണ്ട് കേൾക്കുമ്പത്തിന് കാടുന്ന, എന്നിട്ട് അതിലേക്ക് കുറെ പോയി അതിലൊക്കെ മുഴുകി അബദ്ധം പിന്നെ മനസ്സിലായിട്ട് ഇങ്ങനെ കയറി വരുന്ന കുറെ ആൾക്കാരുണ്ട്. അതൊരു മുഅ്മിനിന് യോജിച്ചതല്ല. പ്രത്യേകിച്ച് ഒരു വിഷയത്തിൽ 2 തവണ അയാൾ വിഡ്ഢിയാകാൻ പാടില്ലാത്തതാണ്. അത് ഈമാനിന് തന്നെ ഖദഹ്, ഈമാനിന് തന്നെ ദോഷം വരുത്തുന്ന കാര്യമാണ്. ലാ യുൻസഖുൽ മുഅ്മിനു മിൻ ജുഹ്രിൻ മറത്തൈൻ, അങ്ങനെ അത്ര വിഡ്ഢികൾ, അത്ര ലൈറ്റ് ഹെഡഡ് ആയിട്ട് മനുഷ്യന്മാർ പോകാൻ പാടില്ല. അതൊക്കെ നമ്മുടെ ഈമാന്റെ പ്രത്യേകത. പിന്നെ എന്താ ഈമാൻ, പിന്നെ എന്താണ് നമ്മുടെ ഇസ്ലാം, പിന്നെ എന്താണ് നമ്മൾ പഠിക്കുന്ന ഇൽമിന്റെ വില? നമ്മളെ പക്ഷേ അള്ളാഹ് നമ്മളെ സൃഷ്ടിച്ചിങ്ങോട്ട് വിട്ട രൂപത്തിൽ നമ്മൾ എണ്ണൊന്നും പഠിക്കാതെ പോവുകയാണെങ്കിൽ അത്തരത്തിലുള്ള വിഡ്ഢിത്തത്തിലും അവിവേകത്തിലും വിവരമില്ലായ്മയിലും നമ്മൾ മുഴുകാം. അതിനുള്ള നമുക്ക് വേണ്ട സ്ട്രെങ്ത്, നമുക്ക് വേണ്ട നമ്മളെ സമ്പുഷ്ടീകരിക്കുകയും നമ്മളെ കൂടുതൽ ശാക്തീകരിക്കുകയും ചെയ്യുന്നത് ഇൽമാണ്, ഈമാനാണ്. ഈമാൻ എന്ന് പറയുന്നത് എൽമ് തന്നെയാണല്ലോ. ആ എൽമ് നമ്മളെ പുഷ്ടിപ്പെടുത്തുന്നു, നമുക്ക് ശക്തി പകരുന്നു. നമ്മളെ ശക്തീകരിക്കുന്ന കാര്യമാണ്, ശാക്തീകരണത്തിന്റെ ഒരു ഘടകമാണ് ഈ എൽമും ഈമാനും. അതുകൊണ്ട് തന്നെ എൽമ് നമ്മൾ നേടിയാൽ, ഈമാൻ നമ്മളിൽ സമ്പുഷ്ടമായാൽ വേറൊരാൾ നമ്മളെ വഞ്ചിക്കുക എന്നുള്ളതുണ്ടാകരുത്. ഏതൊരാൾ വന്ന് എന്ത് പറഞ്ഞാലും ഒറ്റടിക്ക് തള്ളണ്ട, കൊള്ളുകയും വേണ്ട. അങ്ങനെ തള്ളാനും കൊള്ളാനും നമ്മൾ മുന്നോട്ട് ചാടില്ല. ആ പറഞ്ഞ കാര്യത്തെ തസബ്ബുത്ത് നടത്തണം. എന്താ തസബ്ബുത്ത്? അതിന്റെ നിജസ്ഥിതി അന്വേഷിച്ച് ഉറപ്പുവരുത്തണം. അത് നിജസ്ഥിതി അന്വേഷിച്ച് ഉറപ്പുവരുത്തണം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ചിലത് സ്വന്തമായി അന്വേഷിക്കാൻ മാർഗം ഉണ്ടാവും. ചിലത് അതിനെ സംബന്ധിച്ച് അറിയുന്ന ആളുകളോട് ദീനിയായ കാര്യമാണ്. ഒരാൾ വന്നിട്ട് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അയാളെ മുഖത്തടിച്ച മാതിരി ഇജത് പോടാ എന്ന് പറയേണ്ടതില്ല. ശരി ആവട്ടെ, ഞാനൊന്ന് പഠിക്കട്ടെ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ചില വളവന്മാരുണ്ട്. പഠിക്കാനല്ല, അന്വേഷിക്കാനല്ല, ഇയാളെ കോപ്പിടാൻ മാത്രം. അതല്ല, അയാൾ നിങ്ങൾ എന്ത് ചെയ്താലും ശരി, ഈ പറഞ്ഞ കാര്യം നാളെ നിങ്ങൾക്കെതിരിൽ ഒരു തെളിവായിട്ട് അള്ളാന്റെ മുന്നിൽ വരും. ഇതൊരു സത്യമായിരുന്നുവെങ്കിൽ ആ സത്യത്തെക്കുറിച്ച് മനുഷ്യ നിനക്ക് താക്കീത് കിട്ടിയില്ലേ, നീ അറിയിക്കപ്പെട്ടില്ലേ, എന്തുകൊണ്ട് നീ അത് അന്വേഷിച്ചില്ല, അതിന്റെ നിജസ്ഥിതി ഉറപ്പുവരുത്തിയില്ല, സത്യമായിട്ടുള്ള കാര്യത്തിന്റെ നിജസ്ഥിതി മനസ്സിലാക്കി അത് പിന്തുടരാൻ വേണ്ട അനന്തര നടപടികൾ നീ കൈക്കൊണ്ടില്ല എന്ന ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറയേണ്ടി വരും. അത് അന്വേഷിക്കുന്നതാണ്. ആരാണ് അന്വേഷിക്കേണ്ടത്? ദീനിയായ കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായി രേഖ കിട്ടിയിട്ടില്ലാത്ത, നിങ്ങൾക്കറിയാത്തൊരു കാര്യമാണെങ്കിൽ അതിലും ദിക്റിനോട് ചോദിക്കൂ. ഖുർആനിൽ 2 അല്ലാഹു ഈ കാര്യം ആവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ കാര്യം, ഒന്ന് അത്തസബ്ബുതു ഫിൽ ഉമൂർ, എഴുതി വെച്ചോ മനസ്സിൽ. രണ്ടാമത്തെ കാര്യം മുശാവറത്തുൽ മഖ്ലൂഖീൻ, നമ്മോടൊപ്പം ജീവിക്കുന്ന നമ്മുടെ സഹജീവികളിൽ നിന്ന് മുഅ്തമനായ, വിശ്വസിക്കാൻ കൊള്ളാവുന്ന, നമ്മളോട് നസീഹത്തുള്ള, ഈമാനും തഖ്വയുമുള്ള ആളുകൾക്ക്, ഈമാനും സ്വലാഹുമുള്ള ആളുകൾക്ക് അവരെ മാത്രമേ മൂത്തമനായി വെക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും ഒരു കാഫിർ മൂത്തമനാവുകയില്ല ഒരു മുസ്ലിമിന്റെ അടുക്കൽ. കാരണം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നാശം വരുമെങ്കിൽ അതവൻ, ആ ചാൻസ് അവൻ വെറുതെ വിടില്ല. നിങ്ങളെ മുന്നിൽ ഭംഗി വാക്കൊക്കെ പറയും, ഉള്ളിന്റെ ഉള്ളിൽ അവൻ പോയി പെടട്ടെ എന്ന് തന്നെയായിരിക്കും കാഫറിന്റെ മനസ്സ്. അവർ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള നാശത്തെയും കുറക്കില്ല, അത് കൂട്ടേ ചെയ്യുള്ളൂ. അതെങ്ങനെയെങ്കിലും ഒന്നും കൂടി നിങ്ങളെ പ്രയാസപ്പെടുത്താനേ നോക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ കാഫിരീങ്ങളെ ഔലിയാക്കന്മാരായി സ്വീകരിക്കരുത്, നിങ്ങളുടെ അടുത്ത ഉച്ചമിത്രങ്ങളായി സ്വീകരിക്കരുത്. നിങ്ങളുടെ കാര്യങ്ങൾ കൂടിയാലോചിക്കുന്ന, കൺസൾട്ട് ചെയ്യുന്ന നിങ്ങളുടെ ഉൾസംഘാരിമാരായി അവരെ നിങ്ങൾ വെക്കരുത്. ഇത് വലാലിന്റെയും പറാലിന്റെയും അടിസ്ഥാനപരമായി ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് കൂടിയാലോചിക്കേണ്ടത് ഒന്ന് മുഅ്മിനുകളായ, ഈമാനും തഖ്വയും സ്വലാഹുമുള്ള ആളുകളാകണം. അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ശരിക്ക് കാര്യങ്ങൾക്ക് കഴിവുള്ള, ശരിക്ക് നല്ല അറിവുള്ള ആളുകളുണ്ടാകും.
അറിവും പ്രാപ്തിയും പ്രാഗൽഭ്യവും ഒക്കെയുള്ള നല്ല മൂത്തമനായ പ്രാഗൽഭ്യമുള്ള ആളുകൾ ഉണ്ടാകും. അവരോട് നിങ്ങൾ മുശാവറ നടത്തൂ. അവരോട് മുശാവറ നടത്തുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതിന്റെ ദോഷം പ്ലസും മൈനസും വരും. നിങ്ങൾക്ക് തന്നെ വഴി ഇങ്ങനെ വേർതിരിഞ്ഞ് കുറച്ച് വെളിച്ചം കിട്ടും. ഇങ്ങനെ വെളിച്ചം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ പോയാൽ ഇന്ന ദോഷം, ഇങ്ങനെ പോയാൽ ഇന്ന ഗുണം, അങ്ങനെ ഗുണവും ദോഷവും തമ്മിൽ ഒരു മുവാസന നടത്തുമ്പോൾ അത് ദോഷം, ഇത് ദോഷം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരും. മൂമിനാകുമ്പോൾ നിന്നെ കുണ്ടിൽ ചാടിക്കില്ല. നിന്റെ ദീനിനെതിരാകുന്ന കാര്യങ്ങൾ അയാൾ പറയും, നിന്റെ പരലോകത്തിനെതിരാകുന്ന കാര്യങ്ങൾ പറയും. നിന്റെ ദുനിയാവിനും നിന്റെ ഈ വിഷയത്തിന്റെ പരിണിതിയിലും ഇങ്ങനെ മോശമാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് പറയും. പറയാൻ മാത്രമായ അറിവും അദ്ദേഹത്തിനുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ രണ്ടാമത് മഖ്ലൂഖുകളിൽ നിന്ന്, ഈ സഹജീവികളിൽ നിന്ന് മുഅ്മിനായ മുഅ്തമനായ യോഗ്യരായ ആളുകളോട് നിങ്ങൾ മുശാവറ നടത്തുകയും. മൂന്നാമത്തേത് ഖാലിഖായ അല്ലാഹുവിനോട് നിങ്ങൾ ഖൈർ തേടിക്കൊള്ളൂ. ഞാൻ ഈ കാര്യം ഉദ്ദേശിക്കുന്നു, എങ്ങനെയാണ് ഞാൻ തീരുമാനിക്കേണ്ടത്? അതിലെനിക്ക് ഖൈറായ തീരുമാനം നീ തരണം. ഞാൻ ഈ കാര്യത്തിൽ ഇങ്ങനെ തീരുമാനത്തിലെത്തിയിട്ടുണ്ട്, ഇതിലേക്ക് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് എനിക്ക് നീ തരണം. ഈ കാര്യത്തിൽ ഞാൻ തീരുമാനിച്ച് മുന്നോട്ട് പോവുകയാണ്, ഖൈറാണെങ്കിൽ അതിൽ ഉറപ്പിച്ചു നിർത്താൻ, അതിൽ മുന്നോട്ട് പോകാൻ എനിക്ക് എളുപ്പം ഫെസിലിറ്റേറ്റ് ചെയ്തു തരണം, തൈസീർ ചെയ്തു തരണം. അല്ല അത് ഷർറാണ് എങ്കിൽ അതിൽ നിന്ന് തന്നെ തിരിച്ചുവിടണം. ഏതവസ്ഥയിലും എനിക്ക് റബ്ബേ മാനസികമായ സംതൃപ്തി നീയേകണം. നീ വിധിച്ചതിൽ നിന്റെ ഖലാഇൽ നിന്റെ ഖദറിൽ അതിന് കീഴ്പ്പെടാനും അതിനെ സന്തോഷപൂർവ്വം സ്വീകരിക്കാനുമുള്ള തൗഫീഖേകണം. ഇതാണ് ആ മനുഷ്യൻ ചെയ്യേണ്ടത്. ഇത് മൂന്നും ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മനഃശാസ്ത്രത്തിന് കത്തെഴുതേണ്ടി വരില്ല. ആരും നിങ്ങളെ ഏതെങ്കിലും കൗൺസിലിംഗ് സെന്ററുകളിലേക്ക് പിടിച്ചുകൊണ്ടുപോകില്ല. ഇതാണ് നമ്മുടെ വിഷയങ്ങളെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന രീതി. നമ്മുടെ മുന്നിൽ വരുന്ന വിഷയങ്ങൾ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത് 3 രൂപത്തിലാണ്. ചില ആൾക്കാരുണ്ട്, ഞാൻ എനിക്കങ്ങനെ മുശാവറയൊന്നും ഇല്ലാതെ പറഞ്ഞ ആൾക്കാർ, അത് ദീനിയായിട്ട് ശരിയല്ല. മുശാവറ ആവശ്യമാണ്. എനിക്ക് ഞാൻ തന്നെ മതി, ഞാൻ വേറെ ആരോടും കൂടിയാലോചിക്കൊന്നുമില്ല. അങ്ങനെ കൂടിയാലോചിക്കൊന്നുമില്ല എന്ന് പറഞ്ഞത് കിബിറാണ്, അത് അഹങ്കാരമാണ്. നമ്മൾ കിബിർ എന്ന് പറയുന്ന സന്ദർഭത്തിൽ നമ്മൾ വിചാരിക്കും കിബിർ എന്ന് പറഞ്ഞാൽ ഓൻ ഉപയോഗിച്ചിരിക്കുന്ന വസ്ത്രം ഗംഭീരമാണ്, അവൻ ധരിച്ചിരിക്കുന്ന പാദരക്ഷ വില പിടിച്ചതാണ്, അവന്റെ കയ്യിലുള്ള മൊബൈൽ എത്രയോ വിലയുള്ള മൊബൈലാണ്, അവൻ പോക്കറ്റിൽ കുത്തിയിരിക്കുന്ന പെണ്ണ് അത് അങ്ങനത്തെ പെണ്ണാണ്, ഇങ്ങനത്തെ പെണ്ണാണ്, ഇങ്ങനെ കുറെ ലക്ഷണങ്ങളായിരിക്കും കിബിറിന് നമ്മൾ കാണുക. അതൊന്നുമല്ല. ഒരു മനുഷ്യൻ ചിലപ്പോൾ ഒരു മാത്രം ധരിച്ച് കണ്ടാൽ ഒരു സത്യമാണ്. പക്ഷേ അവന്റെ മനസ്സിൽ വലിയ കിബറിന്റെ മലകളുണ്ടായിരിക്കും, കിബറിന്റെ മലുണ്ടാകും. എന്താണ് കിബർ? ആ കിബർ എന്ന് പറഞ്ഞാൽ ഒന്ന് ഒന്ന് വേർമാനോട് കേൾക്കാൻ വേർമാനൊക്കെ മോശക്കാരൻ, ഇന്റർനെറ്റ് എത്തിയിട്ടില്ലല്ലോ, ഞാൻ നീത് വേർമാന മോശക്കാരൻ, ഞാൻ സാധ്യത, ഞാൻ പൂർണ്ണനും എന്ന് തോന്നൽ പച്ച കിബറാണ്. രണ്ടാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യത്തെ അംഗീകരിക്കാതെ അതിന് കീഴ്പ്പെടാതെ പോകാന്നുള്ളത്. അല്ലാഹു പറഞ്ഞിട്ടുള്ള കാര്യമാണ് പ്രവാചകനായ റിസാലത്ത് കിട്ടുന്ന ജിബ്രീൽ അലൈഹിസ്സലാം യാത്രകളിൽ മാറി ഇറങ്ങിവന്നുകൊണ്ടിരിക്കുന്ന റസൂലുള്ളാഹിയോടാണ് പറഞ്ഞത്, നീ കൂടിയാലോചന നടത്തണം. ആ കൂടിയാലോചനയ്ക്ക് ഞാൻ തയ്യാറില്ല, ഞാൻ കുറച്ച് കൂടിയാലോചന കുറവാന്ന് പറഞ്ഞാൽ അയാൾ പച്ച മുത്തകബ്ബിറാണ്. അതാണ് കിബർ. അതുകൊണ്ട് തന്നെ വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്യാനുള്ള ദീനിയായ സ്റ്റെപ്പുകൾ, അതിന്റെ വഴിയാണ് നിങ്ങൾക്ക് ശൈഖുൽ ഇസ്ലാം ഇവിടെ പഠിപ്പിച്ചു തന്നത്. ഒന്ന് അത്തസബ്ബുതു ഫിൽ ഉമൂർ, രണ്ട് ഇസ്തിശാറത്തുൽ മഖ്ലൂഖീൻ, മഖ്ലൂഖുകളോട് ഇസ്തിശാറത്ത് നടത്തണം. അത് ആരാണ് മഖ്ലൂഖുകളിൽ നിന്ന് എനിക്കെന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ഗോപാലനുണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വേലായുധനുണ്ട്, ഇല്ല, അതൊരു മുസ്ലിമിന്റെ വഴിയിൽപ്പെടൂല. ഇസ്തിശാറത്ത് നടത്തേണ്ടത് മുഅ്മിനോടായിരിക്കണം. മുഅ്മിനുകളിൽ നിന്ന് മുഅ്തമനായിരിക്കണം. അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ പ്രാഗൽഭ്യവും യോഗ്യതയുമുള്ള ആളുകളോടാണ് ചോദിക്കേണ്ടത്. ഇത് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തേത് അതുപോലെ തന്നെ ഖാലിഖായ അല്ലാഹുവോട് ഇസ്തിശാറത്ത് നടത്തണം. ഇത് മൂന്ന് ചെയ്തുകൊണ്ടാണ് നമ്മൾ വിഷയങ്ങളെ ഹാൻഡിൽ ചെയ്യേണ്ടത്. അപ്പോ
എല്ലാ തരത്തിലും നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാകും, സമാധാനം ഉണ്ടാകും, ഉറപ്പുണ്ടാകും, നമ്മളെ ചാഞ്ചാടുകയില്ല, ഉറച്ചു നിൽക്കാൻ കഴിയും. ചിലർ ഒന്നിനുമില്ല, ഇന്ന് ഈ കള്ളിയിൽ, നാളെ ആ കള്ളിയിൽ, മറ്റന്നാൾ ആ കള്ളിയിൽ, മറ്റന്നാൾ ഈ കള്ളിയിൽ, ഇങ്ങനെ മാറി കളിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ അവര് വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നവർക്കുള്ള തകരാറ് കൊണ്ടാണ്. അതിനൊക്കെയുള്ള ശരിയായ രൂപമാണ് ശൈഖുൽ ഇസ്ലാം ഇവിടെ പഠിപ്പിച്ചത്. ഖത്താദ പറഞ്ഞു മുശാവറയുടെ പ്രാധാന്യമാണ് ഖത്താദ ഇവിടെ എടുത്തുദ്ധരിക്കുന്നത്. ഒന്ന് തസബ്ബുഹുന്നുള്ളത് പറയേണ്ടതില്ല, അതേമാതിരി തന്നെ ഇസ്തിഖാറത്തിന്റെ കാര്യം പറയേണ്ടതില്ല. പിന്നെയും ജനങ്ങളുടെ മനസ്സിലൊരു സംശയം വരുന്നത്, ആരോടാ മുശാവറ നടത്തണോ, ഞാൻ തന്നെ പോരെ? അല്ല, മുശാവറ നടത്തണം. അതിന്റെ പ്രാധാന്യം ഖത്താദ പറഞ്ഞു. ഖത്താദ എന്ന് പറഞ്ഞാൽ താബിഈൻ ജലീൽ മിൻ അസ്ലാഫിൽ ഖുറാൻ. താബിഈനായ ഖത്താദ പറയുന്നു, മാ തശാവറ ഖൗം യബ്തഗൂന വജ്ഹ അല്ലാഹ് ഇല്ലാ ഹുദൂലി അർശദി അംരിഹിം മാ തശാവറ ഖൗം. ഒരു ജനത അല്ലെങ്കിൽ ഒരു പറ്റം ആളുകൾ, വ്യക്തികൾ അവർ മുശാവറ നടത്തിയെങ്കിൽ, യബ്തഗൂന വജ്ഹ അല്ലാഹ്, മുശാവറ നടത്തുമ്പോഴും ഒരു മുഅ്മിനിന്റെ പ്രവർത്തനങ്ങൾക്ക് മുഴുവനും ഒരു അടിത്തറയുണ്ട്, ഒരു ഗ്രൗണ്ട് ഉണ്ട്. എന്താണത്? അയാൾ ഏതൊരു കാര്യം ചെയ്യുന്നതും യബ്തഗൂന വജ്ഹ അല്ലാഹ്, അല്ലാഹുവിന്റെ വജ്ഹ് തേടിക്കൊണ്ടാണ്. മുശാവറ നടത്താൻ അല്ലാഹു കൽപ്പിച്ചതാണ്. അല്ലാഹു കൽപ്പിച്ചിട്ടുള്ള കൽപ്പന ഞാൻ അനുസരിക്കുന്നു എന്ന അടിസ്ഥാനത്തിൽ ഞാനിതാ മുശാവറ നടത്തുന്നു. അപ്പൊ അയാൾ ചെയ്യുന്നതിന് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ഉണ്ടാവും. മുശാവറ കൊണ്ട് ലഭിക്കാനുള്ള ഖൈറ് അതും ഉണ്ടാകും. അള്ളാഹുവിന്റെ വജ്ഹ് തേടിക്കൊണ്ട് ആരെങ്കിലും മുശാവറ നടത്തിയെങ്കിൽ ഇല്ലാ ഹുദൂ, അവർക്ക് ഹിദായത്ത് കിട്ടും, അവർ നേർവഴിയിൽ പെടും. അർശദിയും, അവരുടെ കാര്യത്തിൽ ഏറ്റവും വിവേകപൂർണമായ വഴിയിൽ അവരെത്തിപ്പെടും. അർഷദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഋഷിദുള്ള, ഏറ്റവും വിവേകപൂർണമായ വഴിയിൽ അവർ എത്തിപ്പെടാതിരിക്കില്ല. ഒന്ന്, മുശാവറക്ക് ദുന്യവിയായി അള്ളാഹു വെച്ചിരിക്കുന്ന മേന്മ അത് അയാൾക്ക് കിട്ടും. രണ്ട്, അയാൾ മുശാവറ നടത്തുന്നത് അള്ളാന്റെ വജ്ഹ് തേടിക്കൊണ്ടാകുമ്പോൾ അതിന് അള്ളാന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം വേറെയും കിട്ടും. അങ്ങനെ വരുമ്പോൾ അവരുടെ കാര്യത്തിൽ ഏറ്റവും വിവേകപൂർവമായ മാർഗത്തിൽ അവരെത്തിപ്പെടാതിരിക്കില്ല. ഇത് മുശാവറന്റെ പ്രാധാന്യം.